മോദി ഇങ്ങനെ പോയിട്ട് വീഴാമെങ്കിൽ പിന്നെ പിണറായി വിജയൻ എവിടെ പോയിട്ടാണ് വീഴുക എന്നുള്ളത് ഈ മോദിക്കെന്ന പോലെ അസാമാന്യമായ ഒരു കഴിവുള്ള ആളാണ് എൻ്റെ സുഹൃത്ത് പിന്നെ പിണറായി വിജയൻ. അത് പിണറായി പറയാത്തെന്താ, അദ്ദേഹം ക്ലാസിക് ഒന്നും വായിച്ചിട്ടില്ല. വോട്ട് പരിശോധിക്കുമ്പോൾ CPM കോട്ടകളിൽ നിന്ന് പോലും BJP-യിലേക്കാണ് പോയിരിക്കുന്നത്. അപ്പം അതെ, അപ്പൊ CPM-ന്റെ അല്ലെങ്കിൽ CPM വോട്ട് ബാങ്ക് ഈസ് ഗോയിങ് ടു ബി റീപ്ലേസ്ഡ് ബൈ അത് അങ്ങനെ ഡയറക്ട്ലി പ്രൊപ്പോർഷണൽ ആയിട്ട് നമുക്ക് പറയാൻ പറ്റും. BJP ആയിരിക്കും ഇതിന്റെ ഒരു BJP വലിയ ഒരളവിൽ BJP മാത്രമല്ല, ഇവിടെ ആയിരക്കണക്കിൽ പിന്നെ RSS പ്രവർത്തകർ ഈ ഇലക്ഷനിൽ പ്രവർത്തിച്ചിട്ടുണ്ട്. ഇതിൻ്റെ മുക്കുമുര അത് മനസ്സിലാവണമെങ്കിൽ സുരേഷ് ഗോപിയുടെ ഒരു ഇൻ്റർവ്യൂ വന്നിട്ടുള്ള ഇൻ്റർവ്യൂ അതിൽ പിന്നെ അയാൾക്ക് വേണ്ടി പ്രവർത്തനം നടത്തിയ ഈ ഇതിലുള്ള ആളുകളുടെ എണ്ണം, അതിൻ്റെ ആ സംഘടനകളുടെ പേരൊക്കെ വന്നിട്ടുണ്ട്. ഈ ആളുകൾ എന്ന് പറയുന്നത് യഥാർത്ഥത്തിൽ RSS ആണ്. അപ്പം ആ RSSൻ്റെ അതിൻ്റെ ഇവിടുത്തെ സംഘാടക നേതാവിനെയാണ് EP ജയരാജൻ പോയി കണ്ടത്. അപ്പോൾ ഇത് ജനങ്ങളിൽ ഉണ്ടാക്കുന്നത് അപ്പോൾ കാണുന്നതിൽ തെറ്റില്ല. ഏതോ രാഷ്ട്രീയ നേതാക്കന്മാരെ അങ്ങനെ നമ്മൾ ഇതാക്കേണ്ടത് രാഷ്ട്രീയ നേതാക്കന്മാരെ കാണുന്നതിൽ പ്രശ്നമൊന്നുമില്ല. മത നേതാക്കന്മാരെയും അതായത് രാഷ്ട്രീയത്തെ സ്വാധീനിക്കാൻ ഇടപെടുന്ന മത നേതാക്കന്മാരെ കാണുന്നതും പിന്നെ ഏകാധിപതികളെ കാണുന്നതും ഇതാണ്. കമല നെഹ്റു മരിച്ചിട്ട് ഈ ചിതാഭസ്മവുമായിട്ട് യൂറോപ്പിൽ നിന്ന് വരികയാണ് നെഹ്റു കപ്പലിൽ. ഈ വരുന്ന സമയത്ത് കപ്പലിൽ അദ്ദേഹത്തിന് ഒരു തുറമുഖത്തു നിന്നൊരു മെസ്സേജ് കിട്ടുന്നു. നമ്മളുടെ ആളുണ്ടല്ലോ മുസോളിനി കാണാൻ ആഗ്രഹിക്കുന്നു. അടുത്ത തുറമുഖത്ത് ഇറങ്ങി ഇത് വന്നാൽ അതിന് ഏർപ്പാട് ചെയ്യാം. അവിടെ തുറമുഖത്ത് ആളുണ്ടായിരുന്നു. അപ്പോൾ നെഹ്റു ഇങ്ങനെ ആലോചിച്ചു. അപ്പോൾ ഇത് പോയി കാണണോ വേണ്ടയോ എന്നുള്ള ഒരു ചാഞ്ചാട്ടം നെഹ്റുവിനുണ്ട്. ഒടുവിൽ അവസാനം ആൾ ഫേമായിട്ട് തീരുമാനിച്ചിട്ട് അവസാനം റെഫ്യൂസ് ചെയ്തു. മുസോളിനിയെ പോയി കാണുന്നത് ശരിയല്ല എന്ന് അന്ന് നെഹ്റുവിനെ അത് പോയിട്ട് കണ്ട. അപ്പോൾ പിന്നെ EP ജയരാജന് ഈ ചങ്ങാതിയെ പോയി കാണുന്നതും പിന്നെ മറ്റേ മോദിയെയോ വേറെ മറ്റേ RSSൻ്റെ നേതാവിനെയോ വേറെ ആരെയും കാണുന്നതിനേക്കാളും വളരെ നമ്മളെ ഇന്ത്യൻ ജനാധിപത്യത്തിൻ്റെയും സെക്യുലറിസത്തിൻ്റെയും ചരിത്രത്തിൽ നമ്മൾ കാണേണ്ട ചില കാര്യങ്ങളാണ്. ഈ CPM പോയതിൻ്റെ മിക്കവാറും പേര് KR ഗൗരിയമ്മയാണെങ്കിലും മേ ബി BP ചെറിയാനാണെങ്കിലും ഒക്കെ ഒരു തിരിച്ചു വരാനൊരു ആഗ്രഹം പ്രകടിപ്പിക്കുകയും അതാണ് മറ്റേ ഒരു ഫൈനൽ. അതൊക്കെ CPM ഉണ്ടാക്കിയിട്ടുള്ള കാര്യമാണ്. പിന്നെ ചെറിയാനൊക്കെ ഞാനുമായിട്ട് വളരെ അടുത്ത ആളാണ്. അപ്പോൾ പിന്നെ ഇപ്പം ഞാൻ ചോദിക്കും, നിങ്ങളിപ്പോൾ വന്ന് കാണണമെന്ന് പറയുമ്പം വേണ്ട എന്ന് എനിക്ക് പറയാം. പക്ഷേ ഇത് ചെറിയാനെ സംബന്ധിച്ചിടത്തോളം പിന്നെ നമ്മളെ ഈ വിഷയം ഉണ്ടായല്ലോ, എന്തായിരുന്ന ഒരു ശാസ്ത്രീയ വിഷയം ഉണ്ടായി. ചെറിയാൻ ദേശാമാലിൽ ലേഖനം എഴുതി, എന്തായിരുന്നു ഓർക്കുന്നുണ്ടോ? അപ്പോൾ അത് പബ്ലിഷ് ചെയ്തു. അത് പബ്ലിഷ് ചെയ്തതിൻ്റെ പേരിൽ പക്ഷെ ഇവർക്ക് ഇതിനെന്തെങ്കിലും ആവശ്യമുണ്ടോ? ആരെങ്കിലും അങ്ങനെ നിങ്ങൾ ഇന്നത്തെ ആ ദേശാമാനി ഒന്ന് എടുത്തു നോക്കൂ.
എങ്ങനെ ജനങ്ങളിലേക്ക് എത്താൻ കഴിയുക? അത് എന്താണത്? അത് കണ്ടില്ല ഇന്നത്തെ. പോട്ടെ, അതൊന്ന് സൗകര്യം പോലെ ഒന്ന് എടുത്തു നോക്ക്. കാരണം എത്രയായാലും ഒരു പത്രത്തെ സംബന്ധിച്ചിടത്തോളം ഇന്ത്യയിൽ നടന്ന ഈ തെരഞ്ഞെടുപ്പും ഒരു ഇതുമല്ല അതിൻ്റെ ഏറ്റവും പ്രധാനമായ വാർത്ത. ഓക്കെ, അതായത് സാറിനെ പറയുന്നുണ്ടായിരുന്നു CPM ഒരു മറ്റേ കറക്ഷൻ വരുത്തുകയാണെങ്കിൽ CPMന്റെ മുൻ സംസ്ഥാന കമ്മിറ്റി അംഗം എന്ന നിലയ്ക്ക് എന്ത് തരം കോഴ്സ് കറക്ഷനാണ് പാർട്ടി ചെയ്യേണ്ടത്? പാർട്ടിക്ക് തിരിച്ചു വരണമെങ്കിൽ എന്ത് തരം, അതായത് ഒരു വ്യക്തി കേന്ദ്രീകൃതമായിട്ടല്ലല്ലോ, അതായത് ഇപ്പോൾ പിണറായിയോ CPM എന്നുള്ളതല്ലേ, എന്ത് തരം കോഴ്സ് കറക്ഷനാണ് പാർട്ടി ചെയ്യേണ്ടത്? ഒരു CPM-കാർക്ക് അറിയാത്ത കാര്യമൊന്നുമല്ല, അത് ഒരാൾ പറഞ്ഞു കൊടുക്കേണ്ട ഒരു കാര്യമല്ല. ഒരു തൊഴിലാളി വർഗ പാർട്ടി എന്ന നിലയ്ക്ക് രാജ്യത്തെ കഷ്ടപ്പെടുന്നവരായ മനുഷ്യരെ അവർക്ക് ഒരു വിശ്വാസവും സംരക്ഷണവും നൽകുന്നവരാവണം കമ്മ്യൂണിസ്റ്റുകാർ എന്നുള്ളതാണ് ബേസിക്കായിട്ടുള്ള പ്രശ്നം. അതിലെ വർഗപരമായെന്നുള്ള വിശകലനത്തിലേക്കൊന്നും ഞാൻ കിടക്കണില്ല. അപ്പോൾ ഇതിൽ ഒരു രണ്ട് പ്രധാനപ്പെട്ട ഇതാണ് കൃഷിക്കാരും സ്ത്രീകളും ആദിവാസി അതുപോലുള്ള ദളിത് വിഭാഗങ്ങൾ. അവർ ഇൻഹറൻ്റായിട്ട് അങ്ങനെയുള്ളവരാണ്. ഈ വിഭാഗങ്ങൾക്ക് വേണ്ടിയുള്ളതല്ലാതെ നിങ്ങൾ ഗവൺമെൻറ് ഇതിപ്പോൾ സംസ്ഥാനങ്ങൾ ഇത് സംഭരിച്ചിട്ട് അങ്ങോട്ട് കൊടുക്കുന്നു, കേന്ദ്രം അത് വിതരണം ചെയ്യുന്നു. ഈ വിതരണം ചെയ്യുമ്പോൾ ഫെഡറലായിട്ട് അത് പിന്നെ വിതരണം ഈക്വലി അതിൻ്റെ ഇതനുസരിച്ച് കൊടുക്കണം. ഇത് കൊടുക്കുന്നില്ല എന്നുള്ളതാണ് യഥാർത്ഥ പ്രശ്നം. അത് പണ്ട് കോൺഗ്രസും ചെയ്തിട്ടുണ്ട്, ഇപ്പോൾ BJPയും ചെയ്യുന്നുണ്ട്. അതിപ്പോൾ മാറിയ പരിസ്ഥിതിയിൽ എത്ര കണ്ട് മാറുന്നുള്ളത് നമുക്ക് അറിയാൻ പറ്റില്ല. അപ്പോൾ ഇത് അങ്ങനെയല്ലല്ലോ ഇപ്പോൾ ഇവിടെ പിണറായിയുടെ ഈ ഗവൺമെൻറ് ചെയ്തുകൂടാ. അതിൻ്റെ ഭാഗമായിട്ടല്ലേ ആളുകൾക്ക് ഇത് കിട്ടേണ്ട. ഇപ്പോൾ 5-ാമത്തെയോ 6-ാമത്തെയോ മാസമാവുന്നു പെൻഷൻ്റെ. അതിപ്പോൾ ഈ ഒരു മാസത്തത് ഇപ്പോൾ കൊടുക്കുന്നു പറയുന്നു. പിന്നെ അതുപോലെ സാധനങ്ങൾ, മരുന്നിൻ്റെ വില അപ്പോൾ ഇപ്പം ഞെട്ടിപ്പോവുകയാണ് നമ്മൾ. ഞാൻ ഇന്നലെ എൻ്റെ ഇൻസുലിനും ബാക്കിയെല്ലാം കൂടെ വരുത്തിയപ്പോൾ 1800 രൂപയായി. അതപ്പോൾ ആ ഇൻസുലിൻ ഒരാഴ്ചയ്ക്ക് ഉണ്ടാവുള്ളൂ. അപ്പോൾ അത് വരുമ്പോൾ അടുത്തത് നമ്മൾ വാങ്ങിക്കുന്നത് നിർത്താൻ പറ്റില്ലല്ലോ. ഇതിപ്പോൾ ഈ പാവപ്പെട്ട എൻ്റെ ഒരു സ്ഥിതി അങ്ങനെയാണെങ്കിൽ ഇതൊന്നുമില്ലാതെയുള്ള നമ്മളെ കുടിലുകളിലും ഇതിലും അതുമല്ല ഈ തൊഴിലില്ലാതെ, അതാണ് ഈ തൊഴിലില്ലായ്മ എന്ന് പറയുന്ന പ്രശ്നം കമ്മ്യൂണിസ്റ്റ് പാർട്ടി പണ്ടേ എടുത്തിട്ടുള്ളൊരു പ്രശ്നമല്ലേ. അതിനാണോ പ്രയോറിറ്റി? കേരളത്തിൽ പ്രയോറിറ്റി ഉണ്ടോ? ഞാൻ അങ്ങനെ ഒരു അതിപ്പോൾ നായനാരുടെ ആബ്സെൻസ്, പിന്നെ ഇതൊക്കെ എപ്പോഴും അത് സംഭവിക്കുമല്ലോ. ആരോഗ്യ പ്രശ്നം ഇല്ലാതായാലും സംഭവിക്കും. മറ്റ് ഈ സജീവമായ ഒരാളായിട്ട് VS ഉണ്ടായിരുന്നെങ്കിൽ അദ്ദേഹം സ്വീകരിച്ചു പോകുന്ന ചില നയങ്ങൾക്ക് വേണ്ടി അദ്ദേഹം പാർട്ടിയിൽ ഫൈറ്റ് ചെയ്യുമായിരുന്നു. അങ്ങനെയുള്ള ഒരു ഫൈറ്റിൻ്റെ ഇത് കുറഞ്ഞു പോയി. പിന്നെ EMS ലാസ്റ്റ് ചൂണ്ടിക്കാട്ടിയൊരു കാര്യമുണ്ട്, കേരളത്തിലെ പാർട്ടീൻ്റെ പ്രശ്നം എന്താണെന്നുള്ളത്. അതും കൂടി പറഞ്ഞ് ഞാൻ നിർത്താം. അതായത് കേരളത്തിലെ പാർട്ടിയുടെ പ്രശ്നം നയപരമോ താത്വികമോ അല്ല. രണ്ട് നേതാക്കന്മാരെ കേന്ദ്രീകരിച്ചുകൊണ്ട് അധികാരം പിടിച്ചെടുക്കണം എന്നുള്ള പാർലമെൻ്ററി വ്യാമോഹ. അപ്പോൾ അത് തിരുത്തിയിട്ടില്ലെങ്കിൽ കേരളത്തിലെ പാർട്ടി പിന്നെ പാർട്ടിയുടെ ഭാവി തകരാറാവും. അതുകൊണ്ട് ഇതൊരു പ്രത്യേക വിഷയമായി PB എടുത്ത് ഇത് ചർച്ച ചെയ്യാം. അങ്ങനെ PB അതിനൊരു പ്രത്യേക റിപ്പോർട്ട് തയ്യാറാക്കണം കേരളത്തിന് വേണ്ടി. ഞാനും തയ്യാറാക്കാമെന്ന് പറഞ്ഞ അത് കേരളത്തിൽ നടന്നിട്ടില്ല.
അപ്പോഴേക്ക് അത് ചെയ്തില്ല. അതിൻ്റെ പിറകെ EMS മരിക്കുകയും ചെയ്തു. ഇതാണ് ഈ പ്രശ്നങ്ങളുടെ ഒരു അടിസ്ഥാന കാരണം. അത് ആ വ്യക്തി VS ആയാലും അത് പിണറായി വിജയനായാലും അതല്ല നാളെ വേറെ ഒരാളായാലും ഇങ്ങനെ പോകും. അങ്ങനെ പോയാൽ അവസാനം പിന്നെ മോദി ഇങ്ങനെ പോയിട്ട് വീഴാമെങ്കിൽ പിന്നെ പിണറായി വിജയൻ എവിടെ പോയിട്ടാണ് വീഴുക എന്നുള്ളത്. കേരളത്തിലെ മുഖ്യമന്ത്രി പിണറായിയുടെ ഈ 2 കാലഘട്ടം ഏത് രീതിയിലാണ് താങ്കൾ വിലയിരുത്തുക? അതിൻ്റെ പിന്നെ നമ്മൾ ആരോഹണമുണ്ട്, അവരോഹണത്തിൻ്റെ അവസാനമുണ്ട്. ആരോഹണമായിരുന്നു 57 കണ്ടത്. അതിങ്ങനെ വന്നിട്ടില്ല. അതിൻ്റെ അവരോഹണത്തിൻ്റെ നെല്ലിപ്പല തൊടലാണ് ഇതിനെ. ഇത് പേഴ്സണലായി നോക്കൂ, ഇത് പേഴ്സണലായിട്ട് ഒരു പിണറായി വിജയൻ്റെ കാര്യമല്ല. പിണറായി വിജയൻ ഈസ് എ ചീഫ് മിനിസ്റ്റർ. ചീഫ് മിനിസ്റ്റർ, പ്രൈം മിനിസ്റ്റർ എന്നൊക്കെ പറയുന്നവർ നമ്മളുടെ ജനങ്ങൾ ഏൽപ്പിച്ചിട്ടുള്ള കാര്യങ്ങൾ, അത് ആ വിഭവങ്ങൾ മുഴുവൻ എടുത്തിട്ട് കൈകാര്യം ചെയ്യുന്ന ആളുകളാണ്. അത് ജനങ്ങൾക്ക് വേണ്ടി കൊടുക്കുന്നുണ്ടോ, അത് അതിൻ്റെതായ തുല്യവിഹിതം കിട്ടുന്നുണ്ടോ, ഇതിനാണ് കോൺസ്റ്റിറ്റ്യൂഷൻ വെച്ചിട്ടുള്ളത്. ഇത് കിട്ടുന്നില്ല എന്നുള്ള വരുമ്പോൾ ഉള്ള ഇത് വരും. അത് ചില ആളുകൾ ഇപ്പോൾ കണ്ടില്ലേ, ഇപ്പോൾ അതിൻ്റെ കൂടെ അങ്ങോട്ട് ചേർന്നിട്ടുള്ള ആൾ ഞങ്ങൾക്ക് ഇപ്പോൾ ഇന്നത് കിട്ടും എന്ന് പറഞ്ഞിട്ട് അത് തേടുന്നത് പോലെയല്ല. അത് യഥാർത്ഥ അടിത്തട്ടിലുള്ള ജനങ്ങൾക്ക് സമൂഹത്തിൽ മാറ്റം വരാൻ ഉള്ള രീതിയിൽ അവരെ മുന്നോട്ട് ഉയർത്താൻ ഇത് സാധിക്കുമോ, ചെയ്യാൻ കഴിയുമോ എന്നുള്ളതാണ്. ഇവിടെ മുട്ടിലിഴഞ്ഞ് സമരം നടത്തി ഓരോ കാര്യങ്ങളാണ്. നമ്മൾ കഴിഞ്ഞ നിയമസഭാ തെരഞ്ഞെടുപ്പ് നടക്കുമ്പോൾ സെക്രട്ടേറിയറ്റ് നടയിൽ PSC ഇതിൽ നിന്ന് നിയമനം, അതായത് മുട്ടിൽ എഴിഞ്ഞ് സമരം നടത്തി. ഒടുവിലത് പിന്നെ SFIയുടെയും മുഖ്യമന്ത്രിയുടെ ഓഫീസിലെ ആൾക്കാരൊക്കെ വിളിച്ച് അവസാനിപ്പിച്ച് ഇത് തെരഞ്ഞെടുപ്പ് കഴിഞ്ഞിട്ട് നടപ്പാക്കുമെന്ന് പറഞ്ഞു. ആ സമരത്തിന് നേതൃത്വം നൽകിയ ഒരു പെൺകുട്ടി, ആ പെൺകുട്ടിയുടെ അവരുടെ ആ നിയമനത്തിൻ്റെ ആ കടലാസ്, അത് അവിടെ ഒഴിവുണ്ടെന്നുള്ളത് അവിടെ എത്തണം. അത് 3 മിനിറ്റോ 5 മിനിറ്റോ താമസിപ്പിച്ച് അയച്ചിട്ട് അതിന് നിയമനം കിട്ടിയില്ല. എന്നിട്ട് വീണ്ടും നിങ്ങളെ തിരുവനന്തപുരത്ത് അവർ സമരം നടത്തി. ഒടുവിൽ മന്ത്രിസഭ സഹിക്കിട്ട് പിന്നെ അവരെ നിയമിച്ചുകൊണ്ട് മന്ത്രിസഭ ഒരു തീരുമാനം എടുത്ത വാർത്ത പിന്നെ പത്രത്തിൽ വന്നു. ഞാൻ പറഞ്ഞു, പിന്നെ ഇപ്പോൾ വയറിനകത്ത് ഒരു കത്രിക കുടുങ്ങിയ ആ സംഭവം. ഇപ്പം നാളെ ഒരു വിചിത്രമായ സമരം വടകരയിൽ നിന്ന് ഒരാൾ വന്ന് അവിടെ നടത്തി. അയാൾ മെഡിക്കൽ കോളേജിൽ ഒരു ബക്കറ്റിൽ വെള്ളം കൊണ്ട് വെച്ചിട്ട് അവിടെ നിന്ന് കുളിച്ചു. ആൾക്കാരെ നമ്മൾ വിചാരിച്ചു ഒരു മനുഷ്യൻ ഇവിടെ, എന്താ നിങ്ങൾക്കാർക്കും പ്രതിഷേധമുണ്ടോ ഞാനിങ്ങനെ ഇവിടുന്ന് കുളിക്കുന്നതിൽ? എന്നിട്ട് അയാൾ പറഞ്ഞു, ഇവിടെ എല്ലാം മാറിപ്പോകുന്നു, ഇവിടെ കമ്പി ഇടുന്നത് മാറുന്നു, ശസ്ത്രക്രിയ ചെയ്യുന്നത് നാവിലാവുന്നു, പിന്നെ ഇതോ. അപ്പോൾ എനിക്കിത് കുളിമുറിയാന്ന് എനിക്ക് മാറിപ്പോയി, അതുകൊണ്ടാണ് ഈ സമരം എന്ന് പറഞ്ഞിട്ട് അയാൾ കുളിച്ചു. ഇതൊക്കെ ആണെങ്കിലും ഈ നമ്മുടെ നാട്ടിൽ ചുറ്റും നടക്കുന്ന ഈ കാര്യങ്ങൾ നമ്മൾ അറിയുന്നില്ല. അത് പിന്നെ ഇപ്പോൾ ഇന്ത്യയുടെ മറ്റു ഭാഗത്തുള്ളത് അറിയോ? ഇതിനെതിരെ ഒറ്റയ്ക്കുള്ള പ്രതിഷേധങ്ങൾ, ചെറിയ ചെറിയ ഗ്രൂപ്പിൻ്റെ പ്രതിഷേധങ്ങൾ പലയിടത്തും സ്വാഭാവികമായും ആ വൈരുദ്ധ്യം വളർന്നു വരുമെന്നാണ് മാർക്സ് പറയുന്നത്. അത് ഇതുവരെ തിരുത്തപ്പെട്ടിട്ടില്ല. അപ്പോൾ അതാണ് നമ്മൾ കാണുന്നത്. അപ്പോൾ ജയിലിൽ കിടന്ന മറ്റേ UAPA നിയമം അനുസരിച്ചിട്ട് കരുതൽ തടങ്കലിലിട്ടിട്ടുള്ള ആൾ ജയിലിലിരുന്നിട്ട് ഇപ്പോൾ ജയിച്ചിരിക്കുന്നത്. എന്താ നമ്മൾ വ്യാഖ്യാനിക്കുക അതിന്? അതെന്ത് വ്യാഖ്യാനിക്കുന്നു? അയാൾക്ക് ഇതൊക്കെ പോയി വാങ്ങണം. അതിന് ഇപ്പോൾ എന്താ അതാ പറയുന്നത്. അപ്പം അങ്ങനെ ഇത് പറയാം. അല്ലാതെ ഞാൻ പറഞ്ഞപ്പോൾ ഈ കേരളത്തിലെ CPMന്റെ ഒരു അവരോഹണം പിന്നെ ഈ പിണറായി വിജയൻ ഗവൺമെൻറ്റിൻ്റെ 2ാം ഊഴം വന്നതോടുകൂടി ഈ അവരോഹണം ആരംഭിച്ചു. അതിന് മുന്നേ ഉണ്ട്. ആ അവരോഹണം ആരംഭിച്ചതിൻ്റെ അവസാനം ആയിരിക്കും അടുത്ത നിയമസഭ തിരഞ്ഞെടുപ്പ്. അത് എപ്പോഴാണ് വരിക, അത് ആരുടെ നേതൃത്വത്തിലാണെന്ന് എനിക്കറിയില്ല.
അപ്പോൾ അത് നമുക്ക് പറയാൻ കഴിയില്ല. അത് അവിടെയാണ്. അത് തിരിച്ചു വരാണമെങ്കിൽ വരുത്തേണ്ട തിരുത്തെന്ന് പറയുന്നത് നമ്മളാരുമല്ല ചെയ്യേണ്ടത്, അത് ആ പാർട്ടിയാണ് ചെയ്യേണ്ടത്. അങ്ങനെ ഒരു തിരുത്തൽ വേണം എന്ന് പറയാൻ ധൈര്യമുള്ള ആരെങ്കിലും അതിലുണ്ടോ എന്ന് ഉണ്ടാവും എന്ന് എനിക്ക് പ്രതീക്ഷയില്ല. അങ്ങ് പാർട്ടിയുടെ സംസ്ഥാന കമ്മിറ്റി മെമ്പറായിരുന്ന ആളാണ്. എല്ലാ നാളും മുഖ്യമന്ത്രിമാർക്ക് മേളിൽ പാർട്ടിക്ക് ഒരു കൺട്രോൾ ഉണ്ടായിരുന്നു, അല്ലെങ്കിൽ പാർട്ടിയാണ് മുഖ്യമന്ത്രി അല്ലെങ്കിൽ ഗവൺമെന്റിനെ നടത്തിക്കൊണ്ടിരുന്നത്. ഇ.പി. ജയരാജനെ പിണറായി സെക്രട്ടറി ആയ സമയത്ത് നടത്തിയ ഒരു കേരള യാത്രയിൽ പ്രസംഗിച്ചതെന്ന് അതിൽ ഓർക്കണം. പിണറായിയാണ് പാർട്ടിയെന്ന്. അത് യാഥാർത്ഥ്യമായി ഇവിടെ. നിങ്ങൾ നോക്കൂ, ഈ മോദിക്കെന്ന പോലെ അസാമാന്യമായ ഒരു കഴിവുള്ള ആളാണ് എൻ്റെ സുഹൃത്ത് പിണറായി വിജയൻ. ഈ പ്രശ്നങ്ങളൊക്കെ ഉണ്ടാകുമ്പോൾ അദ്ദേഹത്തോട് ചോദിക്കുമ്പോൾ നോക്കട്ടെ, ഈ നോക്കട്ടെ എന്ന് പറഞ്ഞിട്ട് അല്ലെങ്കിൽ അത് ഉണ്ടാവും അല്ലെങ്കിൽ ഉണ്ടാവില്ല, അത് നിഷേധിക്കുക, അതല്ല ആൾ. ശരി, അങ്ങനെയാ, നോക്കട്ടെ. ഈ നോക്കട്ടെ എന്ന് പറയുന്ന ആ ശബ്ദത്തിൻ്റെ ഒരു ഓംകാരത്തെക്കാളും വളരെ അദ്ദേഹം സെർച്ച് ചെയ്യുക ഏത് വഴിയിലാണ് ഇത് നമുക്ക് തടയാൻ കഴിയും, ഇത് മാറ്റി മറിക്കാൻ കഴിയും. അല്ലെങ്കിൽ ഈ നമ്മളെ ഇയാൾ മരിച്ചില്ലേ, തൃക്കാക്കര പി ടി മരിച്ചിടത്ത് മുഖ്യമന്ത്രിയും എൻറ്റയർ ക്യാബിനറ്റും എൻറ്റയർ സെക്രട്ടേറിയറ്റുകാരും ഇവിടെ കേന്ദ്രീകരിച്ചിട്ട് മത്സരിക്കേണ്ട ഒരു തെരഞ്ഞെടുപ്പിന് നേതൃത്വം നൽകേണ്ട കാര്യം എന്തായിരുന്നു? ഒന്ന് അനിൽ പറഞ്ഞ് 100 സെഞ്ചുറി അടിക്കാനാണെന്നാണ് പറഞ്ഞത്. ഇപ്പോൾ എത്രയാണ് സെഞ്ചുറി അടിച്ചത്? ഇപ്പോൾ നോക്ക്, ഓരോ ബൂത്തിലെ അതാണല്ലോ ഈ പറയുന്നത് സെഞ്ചുറി. അവിടുന്ന് തുടങ്ങി അത് പോയി. ഇത് ഏറ്റെടുക്കാൻ എന്ത് കാര്യമുള്ളത്? അപ്പോൾ അദ്ദേഹം തെറ്റിദ്ധരിക്കുകയാണ്. എല്ലാ ഏകാധിപതികളും തെറ്റിദ്ധരിക്കുന്നത് പോലെ ഇപ്പം ഇതൊന്നും പറഞ്ഞില്ല, ഞാനാണ് മാർക്സ് എന്ന് പറഞ്ഞില്ല. അത് പിണറായി പറയാത്ത എന്താ? അദ്ദേഹം ക്ലാസിക് ഒന്നും വായിച്ചിട്ടില്ല. ഞാൻ പറഞ്ഞതല്ല. അദ്ദേഹത്തോട് നമ്മളുടെ മലയാള മനോരമയുടെ ഡയറക്ടറായിരുന്ന തോമസ് ജേക്കബ് നടത്തിയ ഇൻ്റർവ്യൂവിൽ നേരിട്ട് ചോദിക്കേണ്ടത്, അല്ല അങ്ങ് വായിച്ചിട്ടുള്ള താത്വിക ഗ്രന്ഥങ്ങൾ എന്ന് പറഞ്ഞിട്ട് അതിന് അദ്ദേഹം പറഞ്ഞിട്ടുള്ള മറുപടി എടുത്ത് വായിച്ചാൽ നമുക്ക് കൃത്യമായിട്ട് മനസ്സിലാവും. അയാളൊന്നും വായിച്ചിട്ടില്ല അതുവരെ. ഇനിയിപ്പോൾ ഉണ്ടോ ഇതിൻ്റെ ഇടയിലിരുന്നിട്ട് മുഖ്യമന്ത്രിയായിട്ട്? നിങ്ങൾ ഒരു ജില്ലാ സെക്രട്ടറി നേരിട്ട് സംസ്ഥാന സെക്രട്ടേറിയറ്റ് വരികയും നേരിട്ടിട്ട് കേന്ദ്ര കമ്മിറ്റിയിലേക്കും പോളിറ്റ് ബ്യൂറോയിലേക്കും ഒന്നിച്ച് തിരഞ്ഞെടുക്കുകയും ചെയ്തിട്ടുള്ള ആളാണ് പിണറായി വിജയൻ. അദ്ദേഹം ഈ കേരളത്തിൽ ജീവിച്ചിട്ടുണ്ട്, ഇന്ത്യയിൽ ജീവിച്ചിട്ടില്ല. കേരളം ഒഴിച്ചുള്ള ഇന്ത്യയിൽ എന്താ ഇന്ത്യ എന്ന് അദ്ദേഹത്തിന് അറിയില്ല. ഞാൻ നേരത്തെ ചോദിക്കാൻ വന്നത്, പാർട്ടിയുടെ ഫാക്ഷനിലിസം, വിഭാഗീയത ഏറ്റവും ശക്തമായിരുന്ന ഒരു സമയത്ത് VS വെട്ടി നിർത്തിയ കുറച്ചുപേരിൽ ഒരാളാണ് താങ്കൾ. VS കാരണം പുറത്തുപോയി എന്ന് വിശ്വസിക്കപ്പെടുന്ന ഒരാൾ. പക്ഷേ പാർട്ടിയിലെ വിഭാഗീയത മുഴുവനും ഒഴിവാക്കിയ ആളാണ് പിണറായി വിജയൻ. അങ്ങ് പാർട്ടിയിൽ പുറത്തു വന്നിട്ട് ഇപ്പൊ ഏതാണ്ട് 2 പതിറ്റാണ്ട് ഇപ്പോഴും പിണറായി വിജയനോട് ഒരു വ്യക്തിപരമായ വിരോധം സൂക്ഷിക്കുന്നു? എനിക്ക് പിണറായി വിജയനോടും ഒരു വ്യക്തിപരമായ വിരോധമില്ല, VS അച്യുതാനന്ദനോടുമില്ല. നിങ്ങൾ ഈ പറയുന്ന കാലത്ത് VSനെ മുന്നിൽ നിർത്തി ഈ കാര്യങ്ങളെല്ലാം പ്രയോഗത്തിൽ നടത്തിയ ആൾ പിണറായി വിജയനായിരുന്നു. മനസ്സിലായോ? ചിന്താശേഷി നിങ്ങളൊക്കെ തിയററ്റിക്കലായിട്ട് ചിന്തിക്കുകയാണ്. ഒരു യാഥാർത്ഥ്യം പറയുമ്പോൾ ഇതൊക്കെ നടക്കണത് പാർട്ടിക്ക് ഇതല്ലാതെ ഉള്ള കാര്യങ്ങൾ ഭരണഘടന ഇതായിട്ട് നടക്കാൻ കഴിയാത്തത്, രഹസ്യമായി നടത്തുന്നതൊക്കെ ആളുകൾ നേരിട്ട് കണ്ടുകൊണ്ടും ഇതുകൊണ്ടും ആണെന്നല്ല.
ഞാൻ അവിടെ പാലക്കാട് ചെന്ന് ഇറങ്ങിയപ്പോൾ എനിക്കറിയാം, വിമാനത്താവളം അത് എത്തിയപ്പോൾ എനിക്കറിയാം, പിന്നെ ഞാൻ അടക്കം ഉള്ള ആളുകൾ സംസ്ഥാന കമ്മിറ്റി ഉണ്ടാവില്ല എന്നുള്ളത് അറിയാം. VS ഓട് എൻ്റെ ആറ്റിറ്റ്യൂഡ് ഞാൻ മാറ്റിയത് CPMനകത്ത് ഒരു ചോദ്യം ചോദിക്കാൻ ഒരു പ്രതിപക്ഷ അംഗം VS ഉള്ളൂ എന്ന് മനസ്സിലാക്കിയപ്പോഴാണ് ഞാൻ അത് എൻ്റെ റീഡിങ് ശരിയായിരുന്നു എന്ന് പിന്നെ കാലം തെളിയിക്കുകയും ചെയ്തു. നിങ്ങൾക്കറിയോ ഇതിൻ്റെ ഈ കേസിൽ TP ചന്ദ്രശേഖരൻ കൊല്ലപ്പെട്ടതുമായി ബന്ധപ്പെട്ട നിർണായക തീരുമാനം CC എടുത്ത സമയത്ത് പിന്നെ ഇന്ത്യ വിഷൻ TV എന്നെ രാത്രി ഡിസ്കഷന് വിളിച്ചു. ഒരു അന്വേഷണ കമ്മീഷനെ നിയോഗിച്ചിട്ടുണ്ടെന്ന് പറഞ്ഞപ്പോൾ തീരുമാനം എടുത്തു. അന്ന് ബാസുരേന്ദ്ര ബാബു, പിന്നെ മറ്റേ നമ്മുടെ ഇന്ത്യൻ എക്സ്പ്രസ്സിൽ മറ്റേ കക്ഷിയിൽ മാധവൻകുട്ടിയൊക്കെ ഉണ്ട്. ഞാൻ അവിടെ ചെന്നപ്പോൾ അല്ല, മാധവൻകുട്ടിയില്ല, സെബാസ്റ്റ്യൻ പോള ആളാണ്. അപ്പോൾ പറഞ്ഞു, പിന്നെ അപ്പുകുട്ടൻ നിങ്ങളല്ലേ പറഞ്ഞത് CC പ്രഖ്യാപിച്ചിരിക്കുന്നു എന്ത് പിന്നെ അന്വേഷണം നടത്തുക, ഇതിൽ പരം പിന്നെ എന്താ ചെയ്യുക ഒരു പാർട്ടി? പ്രകാശ് കാരാട്ടിന് വേറെ എന്താ ചെയ്യാൻ കഴിയുക എന്ന് ചോദിച്ചു. ഞാൻ പറഞ്ഞു അത് ശരിയാ, നിങ്ങൾ CC പ്രമേയത്തിൻ്റെ പത്രക്കാർക്ക് നൽകിയിട്ടുള്ള കമ്മ്യൂണിക്കേ അല്ലേ ബേസ് ചെയ്തല്ലേ ഇത് ചോദിക്കുന്നത്? അതെ, അത് ശരി. നിങ്ങൾ ആ കംപ്ലീറ്റ് പ്രമേയത്തിൽ വേറെ എന്താ പറയണമെന്ന് അറിയുമെന്ന് ചോദിച്ചു. എന്നിട്ട് അതിൻ്റെ ഭാഗം ഞാനങ്ങ് വായിച്ചു കൊടുത്തു. അതായത് പിന്നെ ഈ കേസിലെ 65ഓളം പ്രതികൾ പാർട്ടിക്കാരോ പാർട്ടിയുടെ സ്ട്രോങ് സിമ്പതൈസേഴ്സുമാണ്. അവരെ ഏതു വിധത്തിലും സംരക്ഷിക്കുക എന്നത് പാർട്ടിയുടെ ഉത്തരവാദിത്വമാണ്. അത് അവരവിടെ എടുത്തിട്ടുള്ള അതിൽ പത്രത്തിന് കൊടുക്കാനുള്ള ഭാഗമാണ് അവരൊരു കമ്മ്യൂണിക്കേ ആയി ഇതെടുത്തത്. അപ്പോൾ ഞാൻ ചോദിച്ചു, ഇനി നിങ്ങൾ എന്ത് അന്വേഷണ കമ്മീഷൻ പാർട്ടി നടത്തിയാലും പാർട്ടിയുടെ കേന്ദ്ര കമ്മിറ്റി ഇത് തീരുമാനിച്ചു കഴിഞ്ഞു, ഒന്നുകിൽ നിങ്ങൾ പറയണം ഈ കമ്മ്യൂണിക്കയിൽ ഇതില്ല എന്ന്. അത് പാർട്ടിക്കാരോട് ചോദിച്ചിട്ട് നിങ്ങൾ റെഫ്യൂട്ട് ചെയ്യും. അതല്ലെങ്കിൽ ഇതാണ് വസ്തുതയെങ്കിൽ പിന്നെ ഈ അന്വേഷണ കമ്മീഷനിലൊന്നും യാതൊരു ഫലവും ഉണ്ടാകാൻ പോകുന്നില്ല എന്ന് പറഞ്ഞു. അന്ന് രാത്രി ഒരു 1 മണി സമയത്ത് ഞാൻ ഉറങ്ങിയില്ലായിരുന്നു. ഞാൻ എൻ്റെ കമ്പ്യൂട്ടറിൽ എന്തോ നോക്കുകയായിരുന്നു. ഒരു ഫോൺ അപ്രതീക്ഷിതമായിട്ട് വന്നു. ബാസുരേന്ദ്ര ബാബുവായിരുന്നു. അപ്പോൾ അദ്ദേഹം LDFന് വേണ്ടി ഇത്ര നഖശികാന്തം പൊരുതുന്ന ആളാണ്. ഞങ്ങൾ ഇതിൽ കാണുക, ഏറ്റുമുട്ടുക എന്നുള്ളതിനപ്പുറം പേഴ്സണലായിട്ടൊരു കോണ്ടാക്റ്റ് ഇവിടുന്ന് നമ്പർ കിട്ടിയെന്ന് പോലും അറിയാം. ഞാൻ ചോദിച്ചു, എന്ത് പറ്റി ഈ സമയത്ത് ഉറങ്ങിയില്ലേ എന്ന് ചോദിച്ചു. സമയത്ത് ഉറങ്ങിയില്ലേ? ഉറക്കം വരുന്നില്ല അപ്പോൾ കുട്ടി. ഞാൻ പറഞ്ഞ ഞാൻ അങ്ങനെ എന്തെങ്കിലും മോശമായി എന്നൊന്നും സംസാരിച്ചതായിട്ട് എനിക്ക് പേഴ്സണലായിട്ടൊന്നും പറഞ്ഞില്ലല്ലോ. ഞാൻ വിചാരിച്ചത് എന്തോ അതല്ല, ഒരു കമ്മ്യൂണിസ്റ്റ് പാർട്ടിക്ക് ഇങ്ങനെ ആവാൻ കഴിയുമോ? ഒരു ജനറൽ സെക്രട്ടറിക്ക് ഇങ്ങനെ പറയാൻ പറ്റുമോ? എനിക്ക് ഉറക്കം വരുന്നില്ല. ഞാൻ പറഞ്ഞു അതിൻ്റെ അവസ്ഥ അങ്ങനെയാണ്. അത് ഞാൻ പറഞ്ഞത് എനിക്കറിയാവുന്ന കാര്യമാണ്, അതിലപ്പുറമൊന്നും എനിക്ക് പറയാനില്ല. അപ്പോൾ അങ്ങനെയാണ് ഇപ്പം അതിൻ്റെ അവസ്ഥ അങ്ങനെയാണ്. അവസ്ഥ അങ്ങനെയാണെന്നുള്ളിടത്തു നിന്നാണ് ഇപ്പോൾ ഇവിടെ എത്തി നിൽക്കുന്നത്. ഒന്നുകൂടി ഏഷ്യാനെറ്റ് എന്നെ വിളിച്ചിരുന്നു. ഇവിടെ CPMൻ്റെ സംസ്ഥാന സമ്മേളനം നടന്ന ദിവസം കൊച്ചിയിൽ
VS ഇറങ്ങിപ്പോയ. അപ്പോൾ ആ VS ഇറങ്ങിപ്പോകുന്നതിൻ്റെ കുറച്ച് മുമ്പാണ് ഏഷ്യാനെറ്റ് എന്നെ അങ്ങനെ അക്കാലത്ത് വിളിക്കാത്ത ഒന്ന് ഇത്ര മണിക്ക് വരാമോ എന്ന് ചോദിച്ചു. അത് പറഞ്ഞ് വരാമല്ലോ. ഇത് കഴിഞ്ഞപ്പോഴാണ് നമ്മൾ കാണുന്നത് പിന്നെ ഇദ്ദേഹം ഇറങ്ങിപ്പോകുന്നു. പിന്നെ അപ്പോൾ എന്തിനാ അവിടെ നടന്ന പിതൃശൂന്യ അല്ല പിന്നെ നോർത്ത് കൊറിയയിലെ ആളുകളെപ്പോലെയുള്ള ശിക്ഷ കൊടുക്കണമെന്നൊക്കെ നമ്മളെ ഇയാൾ പ്രസംഗിച്ച സമ്മേളനമാണത്. അപ്പോൾ അയാളെ നിഷേധിക്കുന്നുണ്ടെങ്കിലും. അപ്പോൾ ഇത് കണ്ടപ്പോൾ ഇത് കഴിഞ്ഞിട്ട് ഞാൻ നേരെ ഏഷ്യാനെറ്റിൽ ചെന്നു. ഏഷ്യാനെറ്റിൽ ചെന്നപ്പോൾ ഞാൻ അവിടെ ഇരിക്കുന്ന അവരോട് പറഞ്ഞു, അന്ന് വിനുവാണ് ഈ ഇതിൽ, വിനുവിനോടൊന്ന് പറയണം, അവർ പറയുന്ന കാര്യങ്ങളിലല്ലാതെ ചില പ്രശ്നങ്ങൾ VSൻ്റെ ഇറങ്ങിപ്പോക്കുമായിട്ട് എനിക്ക് പറയാനുണ്ടെന്ന്. ഒന്ന് ആ നിലയ്ക്ക് എനിക്ക് അവസരം തരണമെന്ന് പറയും. അപ്പോൾ വന്നപ്പോൾ ഞാൻ പറഞ്ഞു, ഇവർ പറഞ്ഞു ഇങ്ങനെ VS ഇറങ്ങിപ്പോയല്ലോ, വിമർശനമൊക്കെ ആയിട്ട് കഴിഞ്ഞല്ലോ ഈ കഥ എന്ന് പറഞ്ഞപ്പോൾ ഞാൻ പറഞ്ഞു, VS ഇറങ്ങിപ്പോയത് ഈ വിമർശനം കേട്ടിട്ടൊന്നുമല്ല, ഞാൻ VSുമായിട്ട് സംസാരിച്ചിരുന്നു. അദ്ദേഹം ഇറങ്ങിപ്പോയതിൻ്റെ ഒരു കാരണം പിന്നെ ഈ പാർട്ടി ഇവരെ ചന്ദ്രശേഖരനെ കൊലപ്പെടുത്തുന്നതിന് നേതൃത്വം നൽകിയ പ്രതികളായിട്ടുള്ള ആളുകളെ പാർട്ടിയിൽ നിന്ന് പുറത്താക്കണം. പിന്നെ വേറെ 2-3 കാര്യങ്ങളുണ്ട്. അത് പറഞ്ഞു. അത് അവസാനമായിട്ട് ഇറങ്ങിപ്പോകുന്നതിന് മുന്നേ പ്രകാശിനോട് അത് പറഞ്ഞതിൽ നിങ്ങളിത് പറഞ്ഞില്ല, ഞാൻ ഇറങ്ങിപ്പോകുന്നതാണ്. അങ്ങനെയാണ് ഇറങ്ങിപ്പോയത്. ഇത് ഞാൻ ഇതിനിടയിൽ ഇത് കണ്ടപ്പോൾ ഞാൻ നേരെ VSൻ്റെ നമ്പർ എൻ്റെ ഇതിലുണ്ടായിരുന്നു. ഞാൻ വിളിക്കാറില്ല, ഞാൻ ആദ്യമായിട്ട് വിളിക്കുന്നത് ആ സമയത്താണ്. അപ്പോൾ VS ഫോണെടുത്തു. ഞാൻ ഒരിക്കലും പ്രതീക്ഷിച്ചല്ല, ഒരു പത്രപ്രവർത്തകൻ്റെ ഒരു ഇതിൽ ചെയ്തതാണ്. ഫോൺ എടുത്തപ്പോൾ ഞാൻ പറഞ്ഞു, ഞാൻ എന്താ സംഭവിച്ചതെന്ന് ചോദിച്ചു. മൂപ്പരിങ്ങനെ കാര്യങ്ങളിങ്ങനെ പറഞ്ഞു. അതിൻ്റെ പിറകെ ഞാൻ ഏഷ്യാനെറ്റ് ചെന്നു. അതോടുകൂടി ഡിസ്കഷൻസ് ഇത് സംബന്ധിച്ചുണ്ടായിരുന്ന ഡിസ്കഷൻസ് മാറി. പിന്നെ ഇതിൻ്റെ പിന്നെ ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ അതിനെപ്പറ്റി ഞാൻ ആ ഇലക്ഷനിൽ അതെങ്ങനെ ഇതായി എന്നുള്ളതിലേക്ക് ഞാൻ കിടക്കണില്ല. ഇതിലെ ഈ ആത്മാർത്ഥതയുണ്ടല്ലോ, നിങ്ങൾ ഒരു പാറ്റേൺ മനസ്സിലാക്കണം. ഈ കാര്യങ്ങൾ എടുത്ത് പരിശോധിച്ചാൽ പിണറായി നടത്തിക്കൊണ്ടിരിക്കുന്ന ക്യാമ്പയിൻ എങ്ങനെയായിരുന്നു എന്നുള്ളത്. ഇപ്പം നെഹ്റു ഉണ്ടെങ്കിൽ, ഇന്ദിരാഗാന്ധി ഉള്ളപ്പോൾ, പിന്നെ മറ്റ് പ്രധാനമന്ത്രിമാരുള്ളപ്പോൾ കേന്ദ്രവിരുദ്ധ സമരം, കേന്ദ്ര ഗവൺമെൻറ്റിനെതിരായിട്ടുള്ള സമരം എന്ന് പറഞ്ഞാൽ ആ പ്രധാനമന്ത്രിമാരെ ഫോക്കസ് ചെയ്തുകൊണ്ടാണ് നടത്തിയിരുന്നത്, അല്ലേ? ഒരു നിങ്ങളെടുത്ത് അത് ഇപ്പോൾ ഈ ആത്മഹത്യ ചെയ്ത നമ്മളുടെ ഇദ്ദേഹമല്ലേ, സാമ്പത്തിക ശാസ്ത്രജ്ഞൻ തിരുവനന്തപുരത്തുണ്ടായിരുന്ന കുഞ്ഞാമൻ മരിക്കുന്നതിന് മുമ്പ് ഒരു ഫേസ്ബുക്ക് പോസ്റ്റ് ഇട്ടിരുന്നു. അദ്ദേഹം ഒരാഴ്ച മുമ്പറ്റാണത്. ഈ ഒരിക്കലും നരേന്ദ്രമോദിയെ കേരളത്തിൻ്റെ മുഖ്യമന്ത്രി വിമർശിക്കുന്നില്ല എന്ന്. പ്രൈം മിനിസ്റ്റർ എന്ന് പറയില്ല, മോദി എന്ന് പറയില്ല, മോദി എന്ന് പേഴ്സണലായിട്ട് ഐഡൻറ്റിഫൈ ചെയ്ത് പറയില്ല. അദ്ദേഹം ആദ്യം ഉപയോഗിച്ചിരുന്നത് സംഘപരിവാർ BJP എന്ന് പോലും ആദ്യം ഉപയോഗിച്ചത് സംഘപരിവാറിൻ്റെ ഒരു പരിപാടിയായിട്ടാണ്. 2 പിന്നെ വന്ന് അത് നിവൃത്തിയില്ലാതെ വന്നിട്ട് മോദി എന്ന് ചുരുക്കം ചിലയിടത്ത് പറയേണ്ടി വന്നിട്ടുള്ളത് ഇദ്ദേഹം വന്നിട്ട് ഇങ്ങോട്ട് പ്രസംഗിച്ചതിന് ശേഷം എന്നിട്ടും അത് മോദി എന്ന് പറഞ്ഞിട്ട് ഇതില്ല. അത് പറയാൻ കഴിയാത്ത വിധത്തിലുള്ള പിന്നെ ബന്ധം വ്യക്തിപരമായിട്ട് ഇതുണ്ട്. എന്തുകൊണ്ടാണ് ബെഹ്റ ഇവിടെ DGP ആയതും ഇപ്പോൾ
പിന്നെ ഇതിൻ്റെ ഇതായിട്ടിരിക്കുന്നത് എന്തുകൊണ്ടാണെന്ന് നിങ്ങൾ ധാരണ? അദ്ദേഹം അവിടെ പോയി വന്ന് കണ്ടിട്ട് അടുത്ത ദിവസങ്ങളിൽ ഇറക്കിയിട്ടുള്ള ഒരു നിയമന ഉത്തരവ്, പിന്നെ പല നിയമന ഉത്തരവുകളിലും ഒന്ന് ഇതാണ്, ഏത് ബെഹ്റയുടെ ഇതാണ്. അത് ആക്കാൻ ബെഹ്റ ഇവിടെ കൊണ്ടുവന്നു, പക്ഷേ ഇവിടെ അങ്ങോട്ട് എടുക്കാനാണ് മോദി പറഞ്ഞത്. ഇവിടെ കൊണ്ടുവന്ന് അന്ന് നമ്മളുടെ സെൻകുമാർ ആയിരുന്നു ഇത്. അപ്പോൾ അതുകൊണ്ട് അദ്ദേഹത്തെ വേറെ ഒരു ഇതിലേക്ക് മാറ്റി ബെഹ്റയെ കൊണ്ടുവരാൻ വേണ്ടി. അപ്പോൾ അതിനെ അദ്ദേഹം പ്രൊട്ടസ്റ്റ് ചെയ്തു, കേസ് പോയിട്ട് അത് വെച്ചു, ബെഹ്റയെ വെച്ചു. പക്ഷേ ഇവരുടെ ട്രിബ്യൂണലിൻ്റെ വിധി വന്നപ്പോൾ അത് ഇംപ്ലിമെൻ്റ് ചെയ്യേണ്ടി വന്നു. ഇംപ്ലിമെൻ്റ് ചെയ്ത് അദ്ദേഹം കുറച്ച് ദിവസമേ നിന്നുള്ളൂ, അത് കഴിഞ്ഞ് അങ്ങേര് പോയി. അപ്പോൾ അതൊക്കെ അങ്ങനെ അതിൻ്റെ ഉള്ളിലേക്ക് നമ്മൾ കടന്നു നോക്കിയാൽ ഒരുപാട് കാര്യങ്ങളുണ്ട്. സിഎക്കുള്ളത് ആത്മാർത്ഥമില്ലാത്ത ഒരു ഇതാണെന്നാണ് എന്നുള്ള ഒരു കാര്യം പറഞ്ഞുതരാം. ഈ നിയമസഭാ തെരഞ്ഞെടുപ്പ് നടക്കുന്ന ഘട്ടത്തിലെ 2ാം ഘട്ടം നമ്മുടെ നിയമസഭ 2021 നിയമസഭ തിരഞ്ഞെടുപ്പ് നടക്കുമ്പം കേരളത്തിൽ നിന്ന് പൊളിറ്റിക്കൽ അഫിലിയേഷൻസ് ഇല്ലാത്ത ISROയിലെ ഒരു പ്രമുഖ സയൻറ്റിസ്റ്റ്, അതുപോലെയുള്ള പ്രമുഖരായ ഏതാനും മുസ്ലിം ഇൻ്റലക്ച്വൽസ് എന്ന് വിളിക്കാം നമുക്ക്, ആ ഇൻ്റലക്ച്വൽസ് സീതാറാം യെച്ചൂരി തൊട്ടുള്ള PB മെമ്പർമാർക്കും പിണറായി വിജയനും ഒരു കത്തയച്ചിട്ടുണ്ട്. ആ കത്തിൽ ആക്ടിംഗ് സ്റ്റേറ്റ് സെക്രട്ടറി വിജയരാഘവൻ, അതിന് മുമ്പ് കോടിയേരി ബാലകൃഷ്ണൻ ഒക്കെ നടത്തിക്കൊണ്ടിരിക്കുന്ന ഹിന്ദുത്വ പ്രീണനത്തിനനുസരിച്ച് കൊണ്ടുള്ള CPMൽ നിന്ന് ഇടതുപക്ഷ പാർട്ടികളിൽ നിന്ന് ഒരിക്കലും വരാത്ത ഇത് ചൂണ്ടിക്കാണിച്ചിട്ട് ഇത് തിരുത്തണം, ഇത് വളരെ തെറ്റാണ്. എനിക്ക് അവരൊരു കോപ്പി അയച്ചിരുന്നു. അല്ലാതെ ഞാനിത് എവിടുന്ന് കിട്ടാൻ, ഞാൻ ഇത് നോക്കിയതിന് ശേഷം ഞാൻ പിന്നീട് അവരെ വിളിച്ച് ചോദിച്ചു, ഇതിൽ നിന്ന് ആരെടുത്തെങ്കിൽ റെസ്പോൺസ് കിട്ടിയോ നമുക്കെന്ന് ചോദിച്ചു. അവർ പറഞ്ഞു ഒരാളും ഇൻക്ലൂഡിങ് സീതാറാം യെച്ചൂരി ഇവർക്ക് പിന്നെ ഇതയച്ചില്ല. അതിലത്തെ അവർ പറയുന്ന ആ വിമർശനങ്ങൾ നോക്കിയാൽ അത് കഴിഞ്ഞിട്ട് ഇത് വന്നപ്പോൾ ഇദ്ദേഹം ഇത് പറയണ, അതായത് മോദി പറയുന്നതിനെ അപ്പടി ഇതാവാതെ അതിനെ എന്താ പറയുക ഹെൽപ്പ് ചെയ്യുന്ന തരത്തിലുള്ള ആർഗ്യുമെൻറ്റ്സ് മുസ്ലിം മൈനോറിറ്റിക്ക് ചെയ്തപ്പോൾ, ഉദാഹരണത്തിന് പിന്നെ ഇയാളെ കുഞ്ഞാലിക്കുട്ടി ആണല്ലോ ഇനി പിന്നെ UDFൻ്റെ അത് തന്നെയാണല്ലോ പിന്നെ ഇവരുടെ കോൺഗ്രസിൻ്റെ മാനിഫെസ്റ്റോയിൽ പ്രതിഫലിക്കുന്നത് മുസ്ലിം ലീഗിൻ്റെ പരിപാടിയാണെന്ന് എനിക്ക് ചിലപ്പം ഇദ്ദേഹം തന്നെയായിരിക്കും ഇതൊക്കെ അങ്ങോട്ട് പറഞ്ഞു കൊടുത്തിട്ടുണ്ട്. അത്ര ബുദ്ധി ഇവിടുത്തെ BJP സുരേന്ദ്രനും ഒന്നും ഉണ്ടെന്ന് എനിക്ക് തോന്നുന്നില്ല. അപ്പോൾ അതുകൊണ്ട് അദ്ദേഹത്തിൻ്റെ ആ ഒരു ഇത് പോട്ടെ, എനിക്കെന്തും വിരോധം ഉണ്ടായിട്ടാണെന്നൊന്നും വിചാരിക്കണം. ഇങ്ങനൊരു കമ്മ്യൂണിസ്റ്റ് നേതാവ് ഞാനൊരു വലിയ തെറ്റോ ശരിയോ ചെയ്തിട്ടുണ്ട്. അതായത് പിന്നെ EMSൻ്റെ ജീവചരിത്രം എഴുതിയ ആളാണ്. അത് ഒരു കത്ത് കിടപ്പുണ്ട് ഇവിടെ നെഹ്റു മെമ്മോറിയൽ ലൈബ്രറിയിൽ. എൻ്റെ ജീവചരിത്രം എഴുതുന്നതിന് വേണ്ടിയാണ് ദേശാമാനിയുടെ ഡൽഹി ലേഖനായ എന്നെ അവിടെ പാസ് ആവശ്യപ്പെടുന്നത്. അതുകൊണ്ട് അത് അനുവദിക്കണം എന്ന് പറഞ്ഞിട്ട് EMS ഒരു കത്ത് അയച്ചതിൻ്റെ പേരിലാണ് എനിക്ക് നെഹ്റു മെമ്മോറിയൽ ലൈബ്രറി പോകാൻ കഴിഞ്ഞത്. അപ്പോൾ അതുകൊണ്ട് അതിന് ഒരു അതോറിറ്റി ഉണ്ട്. കാരണം ഞാനാണ് അത് ഇപ്പോഴും അവിടെ മോദി എടുത്ത് കളഞ്ഞില്ലെങ്കിൽ ആ കത്ത് അവിടെ ഉണ്ടാവും. അപ്പോൾ അങ്ങനെയുള്ള ഒരാളെന്നുള്ള നിലയ്ക്ക് ഞാൻ
ഈ ഗവൺമെൻറ് ചില പ്രവർത്തനങ്ങൾ മായി ബന്ധപ്പെട്ട് എനിക്ക് ചില കാര്യങ്ങൾ അന്വേഷിക്കേണ്ടി വന്നു. അതിപ്പം പറയാനില്ല അത് കാര്യം എന്താണ്. അത് വന്നപ്പോഴാണ് എനിക്ക് ഇത് ഈ EMSൻ്റെ ഗവൺമെൻറ്റിൻ്റെ ഒരു തുടർച്ചയല്ല ഈ ഗവൺമെൻറ് എന്നുള്ളത് നേരിട്ട് ബോധ്യപ്പെടുന്നത്. അപ്പോൾ ഞാനത് കുറച്ചുകൂടെ സീരിയസ് ആയിട്ട് പെർസ്യൂ ചെയ്തു. ഇത്രയേ ഉള്ളൂ. നിർദ്ദേശമല്ല, ഒരു വിലയിരുത്തൽ, വെച്ച് പൊറുപ്പിക്കലല്ല. അതായത് ഭൂരിപക്ഷ വർഗീയതയുടെ ഒരു പാർട്ടിയായിട്ട് ജനസംഘം ഇല്ലാതായല്ലോ. ജനതാ പാർട്ടി വന്നതോടുകൂടി BJP രൂപീകരിച്ചു. അപ്പോൾ വീണ്ടും ഭൂരിപക്ഷ വർഗീയതയുടെ പാർട്ടി വരുന്നു. ഈ പാർട്ടി വരുന്നത് പഴയതുപോലെ ഒരു പുതിയ ഇന്ത്യൻ സാഹചര്യത്തിലാണ്. ഈ പുതിയ ഇന്ത്യൻ സാഹചര്യത്തിൽ എന്ന് പറഞ്ഞാൽ ഏതെങ്കിലും രാഷ്ട്രീയ പാർട്ടിക്ക് ഒറ്റയ്ക്ക് ഇന്ത്യ ഭരിക്കാൻ കഴിയാത്തൊരിതിലാണ്. അപ്പോൾ അങ്ങനെ വരുമ്പോൾ ഈ ഇന്ത്യയിലെ ജനസംഖ്യയിലെ ഭൂരിപക്ഷ ഇതെന്ന് പറയുന്നത് ഹിന്ദുക്കളാണ്. അപ്പോൾ ആ ഹിന്ദുക്കളുടെ ഒരു പാർട്ടി എന്ന് പറയുന്നത് വളർന്നു വരും. അത് വളർന്നു വരുന്നത് എന്നെ എളുപ്പമാക്കാതെ ഇരിക്കണമെങ്കിൽ ഈ ന്യൂനപക്ഷ വർഗീയ പാർട്ടികളെ, ഇടതുപക്ഷ പാർട്ടികൾ കൂടെ നിർത്താതിരിക്കണം. അപ്പോൾ ഈ അടുത്ത കാലത്തായിട്ട് മുസ്ലിം പ്രീണനം വല്ലാതെ ഉണ്ടെന്ന് പാർട്ടിക്കൊരു വിമർശനമുണ്ട്. അപ്പോൾ CPM-ഉം മുസ്ലിം ഇത് ഏറെ ഉണ്ടെന്ന് ഒക്കെ ആളുകൾ പറയുന്നുണ്ടാവും. ഞാനിപ്പോൾ ഒരു ഉദാഹരണം പറഞ്ഞില്ലേ, മുസ്ലിം പ്രീണനത്തിൻ്റെ കഥയല്ല ഞാൻ പറഞ്ഞത്. മുണ്ടെടുത്ത മൗലി പിന്നെ എന്താ കോട്ടിട്ട മൂടിയോ എന്നൊക്കെ പറയല്ല. എന്നെ സത്യത്തിൽ BJP ഗവൺമെൻറ്, NDA ഗവൺമെൻറ് എന്ന് പറയുന്നില്ല, മോദി ഗവൺമെൻറ്റിൻ്റെ കൃത്യമായ വികസന പരിപാടികളും ഭരണ നടപടികളും അതിനും പറയുന്ന ഇതനുസരിച്ച് കൊണ്ടുള്ള ഇതുമാണ് പിന്നെ ഇദ്ദേഹം ചെയ്തുകൊണ്ടിരിക്കുന്നത്. ആധികാരിക ഒരു പത്രപ്രവർത്തകൻ എന്ന് പറഞ്ഞാൽ ഒരു വയസ്സായ മൂലയ്ക്കിരിക്കുന്ന ഒരാൾ ഇത് 100% ആധികാരികതയോടുകൂടിയാണ് പറയുന്നത്. അത് നിങ്ങൾ വിശ്വസിക്കണമെന്നില്ല. അത് പത്രത്തിൽ എഴുതാൻ ഞാൻ പറയല്ല. അത് നമുക്ക് സങ്കടം വരും ഇങ്ങനെയുള്ള കാര്യങ്ങൾ. മോദി ഗവൺമെന്റ് പറയുന്നത് അതേപടി നടപ്പിലാക്കുന്ന ആളാണ് പിണറായി എന്ന് പറയുന്നത്. നേരത്തെ അതിങ്ങനെ പരസ്യമായിട്ട് പറഞ്ഞിട്ടല്ല നടപ്പാക്കുന്നത്. നിങ്ങൾ അറിയുന്നില്ല അതെങ്ങനെ, എന്താണ് ചെയ്യുന്നത്, എന്താണ് നടപ്പാക്കുന്നതെന്ന് അറിയുന്നില്ല. അതിനാരും ശ്രമിക്കുന്നില്ല. അതാണ് വളരെ ചുരുക്കത്തിൽ നമ്മൾ ഈ ആവർത്തി ചോദിക്കുന്നതിന്റെ ഒരു രത്ന ചുരുക്കം ഇതാണ്. മോദിയുമായി പിണറായി സന്ധി ചെയ്തു എന്ന് അങ്ങ് കരുതുന്നു? മോദിയുമായിട്ട് സന്ധി ചെയ്യല്ല, മോദിയുമായിട്ട് ഓരോ കാര്യങ്ങൾ കൈകാര്യം ചെയ്യുന്നതിന് വേണ്ടി ആൾ റോഡ്സ് ലീഡ് ടു റോം എന്ന് പറയണത് പോലെ മോദിയിലേക്ക് പിണറായി വിജയൻ നേരിടുന്ന പ്രതിസന്ധികളെയും ഇതിനെയും കൈകാര്യം ചെയ്യുന്നതിന് വേണ്ടി ഒരുപാട് ആളുകളുണ്ട്, ഇൻക്ലൂഡിങ് നമ്മളുടെ KV തോമസ്, ക്യാബിനറ്റ് പദവിയിൽ അവിടെ ശമ്പളം കൊടുത്ത് പറ്റിയിട്ടുള്ള അയാളടക്കം. അറിയാമല്ലോ, ഈ ഇവർ തമ്മിൽ ഇത്ര ഇതുണ്ടായിട്ടും സിൽവർ ലൈനിന് ഒരു ഇത് കുറുക്ക് വഴി ഉണ്ടാക്കാൻ വേണ്ടി അവിടെ പോയിട്ട് ഇദ്ദേഹം ഒരു പദ്ധതി റിപ്പോർട്ട് തയ്യാറാക്കി കൊടുത്തൊക്കെ നമുക്കറിയില്ലേ. അങ്ങനെ ഒരുപാട് റോഡുകളുണ്ട് അവിടേക്ക്. അപ്പോൾ അത് ഇനി അത് തിരുത്തപ്പെടാനോ ഇത് ചെയ്യാനോ ഒന്നും അങ്ങനെയൊന്നും ആലോചിക്കുക വേണ്ട എന്നുള്ളതാണ് ഞങ്ങളെപ്പോലുള്ള ആൾക്കാർ തീരുമാനിക്കുന്നത്. കാരണം ഇത് മറ്റൊരു സംഗതിയാണ്. കേരളത്തിലെ CPM മാറിപ്പോയിരിക്കും. CPM എന്നുള്ളത് അതിൻ്റെ പിന്നെ ഇതൊക്കെ ഉണ്ടെങ്കിലും പിന്നെ അത് വേറെ ഒന്നാണ്. അതിലിരുന്ന് സംസാരിക്കുന്നവർ, അതിൽ തീരുമാനങ്ങൾ എടുക്കുന്നവർ, അതൊക്കെ ഒരുപാട് ബാഹ്യശക്തികളാണ്. പക്ഷെ കേരളത്തിലുള്ള ഒരു പ്രത്യേകത എന്ന് പറയുന്നത് ഇവിടെയുള്ള പാർട്ടി 15 വർഷത്തോളം അതിൻ്റെ സെക്രട്ടറി ആയിരുന്ന ആളാണ് നമ്മളുടെ മുഖ്യമന്ത്രി പിണറായി വിജയൻ.
അതിനുശേഷം കഴിഞ്ഞ 8 വർഷക്കാലം ഈ ഗവൺമെൻറ്റിനെയും ഇവിടുത്തെ പാർട്ടിയെയും ഒരുപോലെ നിയന്ത്രിക്കുന്ന ഒരു വ്യക്തിയാണ്. മോദിയിൽ നിന്ന് വളരെ വ്യത്യസ്തമായ മറ്റൊരു രൂപമാണ് പിന്നെ പിണറായി വിജയനും ഇവിടുത്തെ പാർട്ടിയും. അപ്പോൾ ഒരു സംഘടിതമായ ഒരു വലിയ ശക്തിയായിട്ട് CPM ഒരു പാർട്ടി എന്ന നിലയിൽ കേരളത്തിൽ നിൽക്കുന്നുണ്ടെങ്കിലും ഈ കാലത്തിനിടയിൽ രണ്ട് പ്രധാന കാര്യങ്ങൾ. ഒന്ന്, മുഖ്യമന്ത്രിയുടെ വിശ്വാസ്യത നഷ്ടപ്പെട്ടു പോയി. ആ വിശ്വാസ്യത നഷ്ടപ്പെട്ടത് നമ്മൾ താത്വികവും പ്രത്യയശാസ്ത്രവുമായ പ്രശ്നങ്ങൾ ഒന്നും എടുത്തു ഉയർത്തി നമ്മളിപ്പോൾ അതിനെപ്പറ്റി വിശകലനം ചെയ്തിട്ട് കാര്യമില്ല. വളരെ മനുഷ്യന് വളരെ പച്ചയായി മനസ്സിലാവുന്നൊരു കാര്യമുണ്ട്. ഒന്ന്, അഴിമതി പ്രശ്നം. അദ്ദേഹവുമായി ബന്ധപ്പെട്ടിട്ടുള്ള ആ ലാവലിൻ്റെ കഥ അവിടെ നിൽക്കട്ടെ. അതിപ്പോൾ എത്രയോ 38 39 തവണ സുപ്രീം കോടതിയിൽ മാറ്റിവെച്ച് അതവിടെ നിൽക്കട്ടെ. ഇവിടെ പ്രശ്നം എന്ന് പറയുന്നത് പിന്നെ ഒരു ജുഡീഷ്യൽ സ്ഥാപനം അദ്ദേഹത്തിൻ്റെ പേരിൽ ശക്തിയായ തെളിവ് നിരത്തിയിട്ടുണ്ട്. അദ്ദേഹത്തിൻ്റെയും അദ്ദേഹത്തിൻ്റെ മകളുടെയും. അതിൻ്റെ വിധി എന്താവും എന്നുള്ളത് വേറെ പ്രശ്നമാണ്. ഇവിടെ അതിൻ്റെ പേരിൽ പല ഘട്ടത്തിൽ നിയമസഭയിൽ അവിശ്വാസ പ്രമേയം വന്നിട്ടുണ്ട്. ഈ നമ്മളൊരു കാര്യം മനസ്സിലാക്കണം. ഒന്നാമത്തെ മന്ത്രിസഭ, EMSൻ്റെ മന്ത്രിസഭ, കേരളത്തിലെ മന്ത്രിസഭയുടെ അതിൻ്റെ ഖ്യാതിയും വിശ്വാസ്യതയും എന്ന് പറയുന്നത് അഴിമതിക്കെതിരായി അത് നിലകൊണ്ടു എന്നുള്ളതാണ്. മന്ത്രിമാരുടെ ശമ്പളം വെട്ടിക്കുറച്ചു, സമൂഹത്തിലെ താഴെത്തട്ടിലുള്ള ജീവനക്കാരുടെ റവന്യൂ തലത്തിലുള്ള ഏറ്റവും താഴ്ന്ന ഉദ്യോഗസ്ഥൻ തൊട്ട് മുകളിലേക്കുള്ള ഉദ്യോഗസ്ഥരുടെ ശമ്പളം വർദ്ധിപ്പിച്ചു. മന്ത്രിമാരുടെ സാലറി വെട്ടിക്കുറച്ച് മാതൃക കാട്ടി. എന്നിട്ട് അന്ന് അമേരിക്കൻ എംബസിയിൽ നിന്ന് പെൻറ്റഗണിലേക്ക് പോയ റിപ്പോർട്ടിൽ കേരളത്തിലെ ഗവൺമെൻറ് അഴിമതിക്ക് എതിരായിട്ടുള്ള ഒരു മാതൃക ആണ് പുറത്തു കൊണ്ടുവന്നിട്ടുള്ളത്. അന്ന് കെയ്റോൺ തൊട്ട് കോൺഗ്രസിൻ്റെ മുഖ്യമന്ത്രിമാർക്കെതിരായി 57 ആകുമ്പോഴേക്ക് വ്യാപകമായ അഴിമതി ആരോപണങ്ങൾ ഇന്ത്യയിലാകെ ഉയർന്ന സമയത്ത് ഇത് കോൺഗ്രസ്സിന് വലിയ വെല്ലുവിളിയായിരിക്കും എന്ന് അതിൻ്റെ റിപ്പോർട്ട് അത് ഇപ്പോൾ രേഖകളിലുള്ളതാണ് അന്ന് പിന്നെ ഇവരയച്ചത്. മന്ത്രിസഭയെ പിരിച്ചുവിട്ടപ്പോൾ കെന്നഡി അന്ന് അമേരിക്കൻ സെനറ്റിൽ പ്രസംഗിച്ചത് ആ ഗവൺമെൻറ്റിനെ ഇന്ത്യ ഗവൺമെൻറ് പിരിച്ചുവിട്ടത് അത് അഴിമതിക്കെതിരായ ഒരു ഗവൺമെൻറ്റാണ്, അത് തൻ്റെ പാർട്ടിയുടെ ഗവൺമെൻറ്റുകൾക്കൊരു വെല്ലുവിളിയാണ് എന്നുള്ളത് കൊണ്ടാണ് എന്ന് അദ്ദേഹം പ്രസംഗിച്ചിട്ടുണ്ട്. അത് ചരിത്രരേഖയിലുണ്ട്. അതേ ചരിത്രരേഖയിലാണ് ഇപ്പോൾ ഇവിടെ ഇതേ പ്രധാനമന്ത്രി എൻ്റെ വീട് നിങ്ങളുടെ വീട് പോലെ കാണണമെന്ന് 2016 പ്രധാനമന്ത്രിയെ വീട്ടിൽ ചെന്ന് കണ്ട നമ്മുടെ മുഖ്യമന്ത്രിയോട് അദ്ദേഹം പറഞ്ഞു എന്ന് പിണറായി വിജയനാണ് പുറത്തു വന്നിട്ട് മാധ്യമങ്ങളോട് പറഞ്ഞത്. നമ്മളാരും അവിടെ ഉണ്ടായിരുന്നില്ല. അങ്ങനെയുള്ള ആ പ്രധാനമന്ത്രി ഇവിടെ വന്ന് പ്രസംഗിക്കുന്നു. അത് അദ്ദേഹം തുടങ്ങി വെച്ചു പത്തനംതിട്ടയിൽ ഈ നിയമസഭാ തിരഞ്ഞെടുപ്പിൽ. പറഞ്ഞു, എവിടെയാണ് സ്വർണ്ണക്കടത്ത് നടത്തുന്നത് എന്ന് എനിക്കറിയാം. അദ്ദേഹം അത് രണ്ടാമത്തെ ഇപ്പോൾ ഈ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ ആവർത്തിച്ചു.
എവിടെയാണ് മുഖ്യമന്ത്രിയുടെ ഓഫീസിൽ എന്താണ് നടക്കുന്നത് എന്ന് നമുക്കറിയാം. ഇത് പറഞ്ഞിട്ട് അതിനോട് പ്രതികരിച്ചോ? അദ്ദേഹത്തെ വളരെ അടുത്തറിയുന്ന, ഒന്നിച്ച് പാർട്ടി സംഘടനാ രംഗത്ത് അദ്ദേഹത്തെ അടുത്ത് നിന്ന് കേൾക്കുകയും കാണുകയും ചെയ്തിട്ടുള്ള ഒരാളാണ് ഞാൻ. അതിൻ്റെ ഒരു ഖ്യാതിയല്ല ഞാൻ പറയുന്നത്. ഇത്രയും പരസ്യമായിട്ട് ഇന്ത്യൻ പ്രധാനമന്ത്രി പറഞ്ഞപ്പോൾ അതിൽ നിന്ന് എൻ്റെ സെക്രട്ടേറിയറ്റ്, എൻ്റെ ഓഫീസ് അത് അഴിമതിയുടെ നിഴലാട്ടം ഇല്ലാത്തതാണെന്ന് ഉറച്ചു നിന്ന് പറയാൻ ഈ മുഖ്യമന്ത്രിക്ക് കഴിഞ്ഞിട്ടില്ല. എന്ന് മാത്രമല്ല, ഞാനൊരു സംഭവം നിങ്ങളെ ശ്രദ്ധപ്പെടുത്തണം. നിങ്ങളാരും അത് ശ്രദ്ധിച്ചിട്ടുണ്ടെന്ന് എനിക്ക് തോന്നുന്നില്ല. നിങ്ങൾ ശ്രദ്ധിച്ചു, ഗുരുവായൂരിൽ അദ്ദേഹത്തിൻ്റെ മകളുടെ കല്യാണത്തിന് പ്രധാനമന്ത്രി വന്നതും അദ്ദേഹം ഇവിടെ റോഡ് ഷോ നടത്തിയതും ഒക്കെ നമ്മളെല്ലാം കണ്ടതും കേട്ടതുമാണ്. പക്ഷേ അന്നത്തെ ദിവസം കൽക്കത്തയിൽ കമ്മ്യൂണിസ്റ്റുകാരെ സംബന്ധിച്ചിടത്തോളം ഒരു ചരിത്രപരമായ ദിവസമായിരുന്നു. അന്ന് ജ്യോതിബാസുവിൻ്റെ ഒരു സ്മാരക മന്ദിരത്തിന് ശിലയിടാൻ നേരത്തെ തീരുമാനിച്ചതായിരുന്നു. അത് ഉദ്ഘാടനം ചെയ്യേണ്ടത് നിതീഷ് കുമാറായിരുന്നു. അതിലെ മുഖ്യ പ്രസംഗം രാജ്യത്തെ ഏക കമ്മ്യൂണിസ്റ്റ് CPM മുഖ്യമന്ത്രി എന്നുള്ള നിലയ്ക്ക് പിണറായി വിജയൻ്റേതായിരുന്നു. അദ്ദേഹം ആ പരിപാടിക്ക് പോയില്ല. നിതീഷ് കുമാറും പോയില്ല. ഇതുമായിട്ട് ഞാൻ ബന്ധിപ്പിക്കുന്നില്ല. നിതീഷ് കുമാർ പോകാതിരുന്നത് ഒരാഴ്ച കഴിഞ്ഞപ്പോഴാണ് നിതീഷ് കുമാർ ഇന്ത്യ മുന്നണി വിട്ട് NDAയിലേക്ക് പോയത്. അപ്പോൾ അതിൻ്റെ സൂചനയായിരുന്നു അവിടെ അദ്ദേഹം പോകാഞ്ഞത്. പക്ഷേ ഇദ്ദേഹം പോയില്ല എന്ന് മാത്രമല്ല, തലേ ദിവസം മുഖ്യമന്ത്രിയുടെ ഓഫീസിൽ നിന്ന് നിർദ്ദേശം നൽകിയത് P. രാജീവ്, പ്രധാനമന്ത്രി വൈകുന്നേരം ഇവിടെ ഔദ്യോഗിക പരിപാടികളിലേക്കാണല്ലോ പിറ്റേന്ന് നടക്കുന്ന ഈ സ്വകാര്യ പരിപാടി ഗുരുവായൂരിലേക്ക് കഴിഞ്ഞിട്ട്. അപ്പോൾ അവിടെ പോകണം എന്നുള്ളതായിരുന്നു. അദ്ദേഹം ഇവിടെ നാവിക വിമാനത്താവളത്തിൽ അവിടെ രാജീവ് ഉണ്ടായിരുന്നു. പക്ഷെ നമ്മൾ കണ്ടത് നേരത്തെ പറയാതെ ഇവിടെ പോവാതെ, കൽക്കത്തയിൽ പോവാതെ ഈ ജ്യോതിബസു മരിച്ചിട്ട് തന്നെ എന്നിട്ട് അവിടെ പാർട്ടി ഒരു സ്മാരക മന്ദിരം ഉണ്ടാക്കാൻ ഇത്രയും കാലമെടുത്തു. അതിൽ നേരത്തെ നിശ്ചയിച്ച ഈ പരിപാടിക്ക് പോവാതെ അദ്ദേഹം പ്രധാനമന്ത്രിയെ സ്വീകരിക്കാൻ നെടുമ്പാശ്ശേരി വിമാനത്താവളത്തിൽ നിന്നു എന്ന് മാത്രമല്ല, അദ്ദേഹം പ്രധാനമന്ത്രിയും കൈ പിടിച്ച് നിൽക്കുന്ന ഒരു ചിത്രം, അതിൻ്റെ ഒരു വിദൂര കോണിൽ മുഖം കറുപ്പിച്ചിട്ട് നമ്മളെ ഗവർണർ ആരിഫ് മുഹമ്മദ് കാണാം. അങ്ങനെ ഒരു ചിത്രമാണ് പിറ്റേ ദിവസത്തെ എല്ലാ മലയാള ഇംഗ്ലീഷ് പത്രങ്ങളിലും കേരളത്തിൽ വന്നത്. ഈ ഫോട്ടോ ക്രെഡിറ്റ് ചെയ്തിരുന്നില്ല. അവിടേക്ക് എൻ്റെ അന്വേഷണത്തിൽ നെടുമ്പാശ്ശേരി വിമാനത്താവളത്തിലേക്ക് ഒരു ഫോട്ടോഗ്രാഫർമാരെയും അനുവദിച്ചിരുന്നില്ല. തിരുവനന്തപുരത്തുനിന്ന് വന്ന, ഇവിടെയുണ്ട് PRDയുടെ ഫോട്ടോഗ്രാഫർ എടുത്ത ആ പ്രത്യേക ചിത്രം മുഖ്യമന്ത്രിയുടെ വകുപ്പായ PRD ആണ് എല്ലാ പത്രങ്ങളിലും എത്തിച്ചു കൊടുത്തത്. അത് വലിയൊരു സന്ദേശം നൽകിയിട്ടുണ്ട്. ആ സന്ദേശം BJPക്കാർ ഇവിടെ BJP സുരേന്ദ്രനോ മറ്റ് എല്ലാവരുമൊക്കെ ചേർന്ന് നിങ്ങൾ എന്ത് ചെയ്താലും പ്രധാനമന്ത്രി എനിക്കൊപ്പമാണ്, ഞാൻ പ്രധാനമന്ത്രിക്കും ഒപ്പം ആണെന്നാണ് ഞാനിപ്പോൾ ധൈര്യപൂർവ്വം വളരെ വ്യക്തമായി ഞാൻ അതിനെ വിശകലനം ചെയ്യാൻ ആഗ്രഹിക്കുന്നു. കാരണം എന്താ, പിന്നീടാണ് നമ്മൾ മനസ്സിലാക്കുന്നത്
ഈ CMRL-മായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള ഇതിൽ അദ്ദേഹത്തിനും മകൾ വീണയ്ക്കും ഒക്കെ എതിരെയുള്ള നടപടികൾ ആരംഭിച്ചിരുന്നു. ആ നടപടികളുടെ പശ്ചാത്തലത്തിൽ സമൻസ് അയക്കാൻ നോട്ടീസ് അയച്ചു കഴിഞ്ഞിരുന്നു. ആ സമയത്ത് ആണ് ഈ കൂടിക്കാഴ്ച ഉണ്ടായത്. കേരളത്തിലെ ഇടതുപക്ഷ മനസ്സുകളുടെ രക്തസാക്ഷികളുടെ ചരിത്രത്തിലും അവിശ്വാസത്തിൽ കലർത്തിയ അതിനെ ചവിട്ടിത്തേച്ച ഒരു ഗവൺമെൻറ്റായി പിണറായി വിജയൻ്റെ ഗവൺമെൻറ് എന്നുള്ളത് തിരുത്തുമെന്ന് പറഞ്ഞാൽ പോരാ, അത് തിരുത്തി കാണിക്കാൻ ഈ 2 വർഷമുണ്ട്. ഈ 2 വർഷം കൊണ്ട് ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിക്ക് കഴിയുന്നില്ലെങ്കിൽ, CPM-ന് കഴിയുന്നില്ലെങ്കിൽ, പിണറായി വിജയന് കഴിയുന്നില്ലെങ്കിൽ കേരളം കൂടി ഇടതുപക്ഷ ജനാധിപത്യ പ്രസ്ഥാനത്തിന് നഷ്ടമാവും എന്നുള്ളതാണ്. പിന്നെ വേറെ ഒരു കാര്യം ഞാൻ ചോദിക്കട്ടെ, ഒറ്റ കാര്യം, ഇത് നീണ്ടുപോയി, പക്ഷേ ഞാൻ മറ്റൊരവസരത്തിൽ ഈ തെരഞ്ഞെടുപ്പിൽ പിന്നെ കേരളത്തിൽ കോൺഗ്രസിനെ ആദ്യന്തം എതിർക്കുന്നതിന് വേണ്ടി പറയുന്ന ഒരു വാദം ഇടതുപക്ഷ ഗവൺമെൻറ്റിനെയും ഇടതുപക്ഷത്തെയും തകർക്കാൻ വയനാട്ടിൽ ഇദ്ദേഹം സ്ഥാനാർത്ഥിയായി വന്നു എന്നുള്ളതാണ്. അപ്പോൾ ഈ ആളെ എത്രയും നരേന്ദ്രമോദി അപമാനിച്ചതിനേക്കാളും വിമർശിച്ചതിനേക്കാളും വളരെ മോശമായിട്ട് പിണറായി വിജയൻ തൊട്ട് അദ്ദേഹത്തിൻ്റെ ചില പ്രത്യേക MLA-മാരുണ്ടല്ലോ, അദ്ദേഹത്തിൻ്റെ മനസ്സ് പുറത്ത് പറയുന്നവർ, അവർ വരെ ഇദ്ദേഹത്തിൻ്റെ രാഹുൽ ഗാന്ധിയുടെ ഈ ഇത് പരിശോധിക്കണം എന്ന് പറഞ്ഞ DNA ഈ DNA പരിശോധിക്കണമെന്ന് വരെ പറഞ്ഞിട്ട് എന്താണ് ചിത്രം? രാഹുൽ ഗാന്ധി ഇവിടുന്ന് ജയിച്ചു, UP-യിൽ നിന്ന് അവിടുന്ന് ജയിച്ചു. രാഹുൽ ഗാന്ധിയെ തോറ്റോടുകയാണെന്ന് പറഞ്ഞ സ്മൃതി ഇറാനി എത്ര ലക്ഷം വോട്ടിനാണ് അമേഠിയിൽ തോറ്റത്? എന്തുകൊണ്ടാണ് ഇത് സംഭവിക്കുന്നത്? ഇതിൻ്റെ ഇതെന്ന് പറഞ്ഞാൽ ഇവർക്ക് മനസ്സിലാവാത്ത ഒരു കാര്യം, ഈ DNA പരിശോധിച്ചാൽ ഇന്ദിരാഗാന്ധി തിരഞ്ഞെടുപ്പിൽ നിന്ന് തോൽക്കുകയല്ല ചെയ്തത്. അവരതിൻ്റെ മുന്നേ തന്നെ അവരെ തെറ്റ് അവർ മനസ്സിലാക്കിയിരുന്നു. അവർ തെറ്റിൽ വേദനിച്ച ഈ പിന്നെ ഇതിൻ്റെ പുലിയുടെ പുറത്ത് ഞാൻ കയറി, ഇവിടെ നിന്ന് ഇനി ഇറങ്ങാൻ ഞാനെന്ത് ചെയ്യണമെന്ന് അവർ കരഞ്ഞുകൊണ്ട് പിന്നെ ഈ നമ്മളുടെ അമേരിക്കയിലുണ്ടായിരുന്ന നമ്മളുടെ ആ യോഗീൻ്റെ പേരെന്താ, മരിച്ചുപോയ, പിന്നെ രജനീഷ്, ഈ രജനീഷിനോട് ചോദിച്ചു, അദ്ദേഹത്തിനെ എത്തിച്ചെന്നു. അത് കണ്ട ഇന്ദിരാഗാന്ധിയുടെ ആത്മകഥയിൽ പൂപ്പിൽ ജയ്ക്കർ അതിൻ്റെ കാര്യങ്ങൾ എഴുതിയിട്ടുണ്ട്. അദ്ദേഹം പറഞ്ഞു, ഒരു കാര്യം ചെയ്യും, പിന്നെ നിങ്ങൾ ജയിലിലടച്ചിട്ടുള്ള ആ തടവുകാരെയൊക്കെ ഒന്ന് പുറത്തേക്ക് വിട്ടേക്ക്, നിങ്ങളെ എല്ലാ പ്രശ്നങ്ങളും മാറും. അവരാ കാര്യം മകനോട് പറഞ്ഞു, അതുവരോട് ഭരണവൃത്തങ്ങളുടെ അടുത്ത ആൾക്കാരോട് പറഞ്ഞു, അവരെല്ലാം വേണം വെച്ചു, അത് ചെയ്യരുത് ആപത്താങ്ങൾ. പക്ഷെ അവർ ഉറച്ചു നിന്നു. അവർ ഫെബ്രുവരി 77 ഫെബ്രുവരി 18 ഇലക്ഷൻ പ്രഖ്യാപിക്കുന്നതിന് മുമ്പ് തന്നെ ആദ്യം തടവറയിൽ നിന്ന് ജയപ്രകാശ് അടക്കമുള്ള ആളുകളെ മുഴുവൻ മോചിപ്പിച്ചു. 18 അവർ തെരഞ്ഞെടുപ്പ് പ്രഖ്യാപിച്ചു. അവർ തോൽവി സ്വീകരിച്ചു. അതുപോലെ ഒരു പിന്നെ ഒരു ആ ജീൻസിൻ്റെ ഇത് വരുന്നതെന്ന് പറയുന്നത് നമ്മൾ നെഹ്റുവിൻ്റെയും മോത്തിലാലിൻ്റെയും
ഇന്ദിരയുടെയൊക്കെ പഴയ ചരിത്രം വരുന്ന കാശ്മീരിലേക്ക് നമ്മൾ പോയാൽ അവിടെ ഒരു പിന്നെ ശിവശക്തിയെ ആരാധിച്ചിരുന്ന ഒരു പ്രത്യേക വിഭാഗ ഹിന്ദു മതവിഭാഗത്തിൽ നിന്ന് ഉയർന്ന വിഭാഗത്തിൽ നിന്നാണ് ഈ നെഹ്റു കുടുംബം വരുന്നത്. അപ്പോൾ അത് നമ്മളുടെ ബഹുമാനപ്പെട്ട MLAക്കൊന്നും ആ ചരിത്രം മനസ്സിലാവില്ല. ആ ജീൻ അതിലുണ്ട്, ആ ശക്തിക്ക് ഒരു തരാറുണ്ട്. അതിന് ഒരു പിന്നെ ഇന്ദിരയുടെ ഫിറോസ് ഗാന്ധിയുടെ ആത്മകഥയിൽ അദ്ദേഹം പറയുന്നുണ്ട്, ചൂണ്ടിക്കാണിക്കുന്നുണ്ട്. അതായത് ഇന്ദിരാഗാന്ധിയുടെ ഒരു വിദേശിയായ ഒരു ജീവചരിത്രകാരി പറയുന്നത്, അതായത് ഫിറോസ് ആൻഡ് ഇന്ദിര were socialists, but Indira was Firoz was federal minded, but Indira was എന്താ പറയുക, ഈ ഇതെല്ലാം അധികാരം കേന്ദ്രീകരിക്കുന്ന ഒരു സ്വഭാവക്കാരിയായിരുന്നു. ഇതാണ് എൻ്റെ. പക്ഷെ അവർ മനുഷ്യത്വം ഉള്ളവരായിരുന്നു. സാർ, ഈ നീണ്ടുപോയതുകൊണ്ട് ഇടയ്ക്ക് ചോദിക്കും. സാർ നേരത്തെ പറഞ്ഞപ്പോൾ ഗുരുതരമായ ഒരു ആരോപണമാണ് പറയുന്നത്. അതായത് CMR വിഷയം ഗവൺമെന്റ് മുന്നിൽ നിൽക്കുമ്പോൾ ഏറ്റവും കത്തി നിൽക്കുന്ന സമയത്ത് മുഖ്യമന്ത്രി ജ്യോതി ബസുവിന്റെ അനുസ്മരണ പരിപാടിയിൽ പങ്കെടുക്കാതെ പകരം ഇവിടെ നിന്ന് അത് വെളിപ്പെടുത്താതെ അദ്ദേഹം പോവുകയും കാണുകയും ഇതും കണ്ടു. താങ്കൾ കരുതുന്നുണ്ടോ ഏതെങ്കിലും തരത്തിലുള്ള ഒരു അണ്ടർസ്റ്റാൻഡിങ് നടത്താനായിട്ട് മുഖ്യമന്ത്രി ശ്രമിച്ചു? അണ്ടർസ്റ്റാൻഡിങ് അവർ തമ്മിൽ നടത്താൻ നോക്കിയത് മാത്രം. ഞാൻ ഇതിൻ്റെ ഒരു ഇതല്ല. ഒരു LDFിൻ്റെ CPMൻ്റെ ഒരു പോളിറ്റ് ബ്യൂറോ നേതാവായിട്ടുള്ള മുഖ്യമന്ത്രി ഇന്ത്യൻ പ്രധാനമന്ത്രി CPM അതിൻ്റെ പ്രഥമ ടാസ്ക്കായി പ്രഖ്യാപിച്ചിട്ടുള്ള മോദിയെ അധികാരത്തിൽ നിന്ന് താഴെ ഇറക്കണമെന്ന തീരുമാനമെടുത്ത ഒരു പാർട്ടിയുടെ പോളിറ്റ് ബ്യൂറോ അംഗമായിട്ടുള്ള ആൾ മുഖ്യമന്ത്രിയായിട്ട് ആദ്യം ചെന്ന് തൻ്റെ സ്വന്തം വീടായിട്ട് ഇത് കാണാൻ പ്രധാനമന്ത്രി എന്നോട് പറഞ്ഞിട്ടുണ്ടെന്ന് പറഞ്ഞിടത്തു നിന്ന് തുടങ്ങി. അപ്പോൾ അതിന് മുമ്പേ ഉള്ളൊരു ബന്ധമാണ്. അതിന് നിങ്ങൾക്കറിയാത്തൊരു കാര്യം കൂടെ ഞാൻ പറയാം. RSSും ആയിട്ടുള്ള ഒരു സന്ധി CPM ഉണ്ടാക്കി ഇദ്ദേഹം മുഖ്യമന്ത്രിയായതിനു ശേഷം. അതിൽ RSS നേതാക്കളുമായിട്ടുള്ള ചർച്ചയിൽ നിന്ന് BJPയെ മാറ്റി നിർത്തണമെന്ന് പിന്നെ ഇദ്ദേഹം ആവശ്യപ്പെട്ടു. അങ്ങനെ BJP നേതാക്കളില്ലാതെ RSS നേതാക്കളുമായി നേരിട്ട് അംഗരക്ഷകരും പരിവാരങ്ങളും ഒന്നുമില്ലാതെ തിരുവനന്തപുരത്തെ ഹോട്ടലിൽ വെച്ച് ചർച്ച നടത്തിയിട്ടൊരു സന്ധി ഉടമ്പടി ഉണ്ടാക്കിയില്ലാണ് ആളാണ് അദ്ദേഹം. പ്രധാനമന്ത്രിയായിട്ട് എന്തൊക്കെ ഇതുണ്ടാക്കി എന്നുള്ളത് മറ്റ് കൂടുതൽ ഇതിലേക്ക് ഞാൻ പോയാൽ പിന്നെ എനിക്കതിൻ്റെ ഒന്നും ആവശ്യമില്ല. ഞാൻ പറഞ്ഞ ഈ കാര്യങ്ങളൊക്കെ വസ്തുതാപരമാണ്, രേഖകളുള്ളതാണ്, ബാക്കിയൊക്കെ നിങ്ങൾക്ക് വിശ്വസിക്കുകയോ വായനക്കാർക്ക് വിശ്വസിക്കാതിരിക്കുകയോ ഒക്കെ ചെയ്യാം. പക്ഷെ ഇത്രയേ ഞാൻ പറയുന്നുള്ളൂ. താങ്കൾ പറയുമ്പോൾ തന്നെ ഒരു സംസ്ഥാനത്തിന്റെ മുഖ്യമന്ത്രി പ്രധാനമന്ത്രിയെ പോയി കാണുന്നതിലോ അല്ലെങ്കിൽ പ്രധാനമന്ത്രിയെ റിസീവ് ചെയ്യുന്നതിലോ അല്ലെങ്കിൽ പ്രധാനമന്ത്രി സ്വന്തം അല്ല, അത് പ്രധാനമന്ത്രിയെ റിസീവ് ചെയ്യുമെന്ന് പറഞ്ഞു പോയില്ലല്ലോ ആ പെർട്ടിക്കുലർ ഡേയിൽ. അതിനേക്കാൾ ആലോചിച്ചാൽ മതി. ഈ ജ്യോതി ബസു എന്ന് പറയുന്ന നമ്മളെ കേരളത്തിലെ മുക്കിലും മൂലയിലും ഒക്കെ വന്നിട്ട് ഇവിടുത്തെ ഈ പാർട്ടിയെ കെട്ടിപ്പടുക്കുന്നതിന് വേണ്ടി പിണറായിയിൽ പോയി പ്രസംഗിച്ചിട്ടുള്ള ആ ജ്യോതി ബസു മരിച്ചിട്ട് ഇത്ര വർഷമായിട്ട് അദ്ദേഹത്തിനൊരു സ്മാരക മന്ദിരം ഈ നിതീഷ് കുമാർ ഉദ്ഘാടനം ചെയ്യേണ്ട വേദിയിൽ പോകേണ്ടിയിരുന്ന പ്രധാനമന്ത്രിക്ക് അതിലും വലുതായിരുന്നോ ഇദ്ദേഹത്തെ സ്വീകരിക്കേണ്ടത്? ഔദ്യോഗികമായി പറയാതെ അങ്ങനെ ഒരു ഇതിന് അദ്ദേഹം മാറി നിന്നുകൊണ്ട് പാത്തു പതുങ്ങി പോയത് എന്തിനാണ് എന്നുള്ളതല്ല. അത് എന്തിനാണെന്ന് എനിക്കറിയാം, അത് എൻ്റെ അപ്പുറമുള്ള കാര്യങ്ങളറിയാം. ഞാനത് താങ്കൾ ചോദിച്ചുകൊണ്ട് ഇത് ജനങ്ങൾക്ക് ഇപ്പോഴാണ് മനസ്സിലാവണം. അതൊന്ന് കൂട്ടി യോജിപ്പിച്ച് കൊടുക്കുക എന്നുള്ളൊരു കാര്യം മാത്രമേ ഞാനിപ്പോൾ ഇവിടെ ചെയ്തിട്ടുള്ളൂ. അത് ജനങ്ങൾക്ക് അത് വിശ്വസിക്കേണ്ട. പിണറായി വിജയന് ഇനിയും കൂടുതൽ വോട്ടിംഗ് ശതമാനവും വോട്ടും ഒക്കെ കിട്ടി ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി കേരളത്തിൽ വീണ്ടും അധികാരത്തിൽ വരുന്നത് എനിക്കെന്ത് ദോഷം?
വ്യക്തിപരമായ കാര്യമുണ്ട്. ഓ ഈ CPM-ന്റെ സംസ്ഥാന സമിതി അംഗങ്ങളായിരുന്നു ഒപ്പിട്ടം വഹിക്കുന്നു. ഇപ്പം പറയുന്നു ഞാൻ CPM അല്ല, ഒരു മനുഷ്യനാണ്. അതിന് ശരിക്കും ആരാ കാരണം? അതിന് കാരണം പിന്നെ ഏതെങ്കിലും ഒരു വ്യക്തിയല്ല. അതിന് കാരണം നമ്മൾ ഓരോ മനുഷ്യനും ഓരോ ദിനം കഴിയും തോറും നിങ്ങൾ കൂടുതൽ നമ്മൾ ചിന്തിക്കുകയും യാഥാർത്ഥ്യങ്ങൾ മനസ്സിലാക്കുകയും ചെയ്യും. ഈ യാഥാർത്ഥ്യം ഇന്നിപ്പം EMS ഉണ്ടായിരുന്നെങ്കിൽ എന്ന് ഞാൻ പലപ്പോഴും വിചാരിച്ചിട്ടുണ്ട്. ഞാൻ പല ദിവസവും EMSനെ സ്വപ്നത്തെ കണ്ടിട്ടുണ്ട്. എന്തിനാന്ന് പറഞ്ഞാൽ EMSനോട് തീർക്കേണ്ട 2 സംശയം എൻ്റെ കയ്യിലുണ്ട്, എൻ്റെ മുമ്പിലുണ്ട്. അത് നെഹ്റുയിസം എന്ന് പറഞ്ഞിട്ട് നെഹ്റുവിനെ വിമർശിച്ച് പഠിച്ചുകൊണ്ട് എഴുതിയിട്ടുള്ള EMSൻ്റെ ഒരു ബുക്കുണ്ട്. ഗാന്ധിയെക്കുറിച്ച് എഴുതിയിട്ടുള്ള ഒരു ബുക്കുണ്ട്. അപ്പോൾ ഈ 2 ബുക്കിലെയും കൺക്ലൂഷൻ, നെഹ്റു കോൺഗ്രസിൻ്റെ നേതാവായതുകൊണ്ടാണ് ഇത് കോൺഗ്രസിൻ്റെ ഇന്ത്യൻ കുത്തകകളുടെയും നയങ്ങളെ സംരക്ഷിക്കുന്ന ഒരു ബൂർഷ്വാ പാർട്ടി നേതാവായതുകൊണ്ടാണ് പിന്നെ അദ്ദേഹം ഈ തെറ്റുകൾ ചെയ്തത്, അല്ലെങ്കിൽ അങ്ങനെയാണ് അദ്ദേഹത്തെ കണ്ടതെന്നാണ് ആ ബുക്ക്. അത് ശരിയാണോ എന്ന് എനിക്ക് EMSനോട് ഇനി ചോദിക്കാൻ കഴിയില്ല. അതുപോലെ തന്നെ ഗാന്ധിജി അദ്ദേഹം ഈ ആത്മീയ നേതാവായിരുന്നെങ്കിലും അദ്ദേഹം ഈ ഏറ്റവും വലിയ മതവിശ്വാസിയായിരുന്നു എന്നുള്ളത് അദ്ദേഹത്തിൻ്റെ ഒരു നെഗറ്റീവ് പോയിൻ്റായിട്ട് EMS ചൂണ്ടിക്കാണിക്കുന്നുണ്ട്. പക്ഷേ ഗാന്ധിജിയെ ലോകത്ത് തന്നെ ഇപ്പം ഇദ്ദേഹം നമ്മളുടെ അല്ലല്ല നമ്മൾ ലോകശാസ്ത്രജ്ഞനില്ലേ ഐൻസ്റ്റീൻ, അതായത് കുറച്ച് കാലം കഴിയുമ്പോൾ നമ്മൾക്കിടയിൽ ഗാന്ധിജിയെപ്പോലെയുള്ള ഒരു മനുഷ്യൻ, ചോരയും നീരുള്ളൊരു മനുഷ്യൻ ജീവിച്ചിരുന്നു എന്ന് ആളുകൾ അത്ഭുതം വിശ്വസിക്കാൻ പ്രയാസമായിരിക്കും എന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഇങ്ങനെ ഒരുപാട് കാര്യങ്ങൾ ചരിത്രത്തിലുണ്ട്. പിന്നെ അതൊക്കെ അത് അവിടെ വരുമ്പോഴേക്ക് ഈ ചരിത്രത്തെ നമ്മൾ വിസ്മരിച്ചിട്ട് നമ്മൾ ഉണ്ടാക്കുന്ന ഭരണവും നമ്മളുണ്ടാക്കുന്ന രാഷ്ട്രീയത്തിൻ്റെ വഴിയുമാണ് അതൊരു പുതിയ ചരിത്ര രചനയാണ് എന്ന് വിചാരിക്കുന്നതാണ് തെറ്റ്. അത് ഏകാധിപതികൾ വിചാരിക്കും. എനിക്കോ? നോ, അങ്ങനെയാണെങ്കിൽ ഇപ്പം CPM എന്നല്ല, ഈ രാഷ്ട്രീയ പാർട്ടികളിൽ നിന്നൊക്കെ തന്നെയും ഇവിടെ ഒരുപാട് രാഷ്ട്രീയ പാർട്ടികൾ എൻ്റെ പിറകെ വന്നിട്ടുണ്ട്. അതൊക്കെ അപ്പോൾ ഞാൻ പറയുന്നത് അങ്ങനെ എന്തിനു പോകണം ഈ പാർട്ടിയിലേക്ക്? ഞാൻ ചോദിക്കട്ടെ, പിന്നെ ഈ അപ്പുക്കുട്ടൻ വള്ളിക്കുന്ന് എന്ന് പറയുന്ന ഒരു മനുഷ്യന് എനിക്ക് പോകുമ്പോൾ 6 അടി മണ്ണേ ആവശ്യമുള്ളൂ. എനിക്ക് ഒരു ശരാശരി മനുഷ്യൻ എന്നുള്ള നിലയിൽ ഞാൻ ഈ ലോകത്ത് എൻ്റെ തൊഴിൽ പത്രപ്രവർത്തനമായിരുന്നു, രാഷ്ട്രീയ പ്രവർത്തനമായിരുന്നില്ല. ഞാൻ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയിലെ അംഗമായതുകൊണ്ട് ആ രാഷ്ട്രീയ പാർട്ടിയുടെ പത്രത്തിൻ്റെ ലേഖനായതാണ്. അപ്പോൾ അതിൽ പിന്നെ ഇനി എനിക്ക് വേറെ എന്താ ആവശ്യമുള്ളത്? ഇന്നിപ്പോൾ ഐ ആം ഡിപ്പെൻഡിങ് ഓൺ മൈ ചിൽഡ്രൻ. എനിക്ക് 10,500 രൂപ നമ്മളുടെ ട്രഷറിയിൽ നിന്ന് കിട്ടുന്ന പെൻഷൻ മാത്രമേ ഉള്ളൂ. എനിക്ക് ഈവൻ ESI ബെനിഫിറ്റ് പോലും പെൻഷൻ പോലും ഇല്ലാത്ത ഒരാളാണ് ഞാൻ. ഇൻഷുറൻസ് ഇല്ലാത്ത ഒരാളാണ് ഞാൻ. എൻ്റെ കണ്ണിൻ്റെ ഓപ്പറേഷൻ ഇപ്പോൾ കഴിഞ്ഞ മാസം നടത്തിയതിന് 1.5 ലക്ഷം രൂപ ചിലവാണ്. ഈ കുട്ടികളെ കൊണ്ട് അത് കൊടുപ്പിക്കുന്നതിൽ എനിക്ക് വിഷമമുണ്ട്.